ഹലോ സർ. യെസ്, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലാലി ബിസ്മിൽ. ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത്. ട്രെയിൻ ദ ട്രെയിനറുടെ 11th ബാച്ചിലെ മെമ്പറാണ്. ഞാനൊരു സെക്സ് എഡ്യൂക്കേഷൻ ട്രെയിനർ കൂടിയാണ്. ഈ വിംബിൾ അക്കാദമിയുടെ ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ ട്രെയിനിങ് രംഗത്തേക്ക് കടന്നു വരുന്ന, അതായത് എന്നെ പോലെ പുതുതായി കടന്നു വരുന്നവർക്ക് ഒരു നമ്മളെ പോലെ ഉള്ളവരെ കൈപിടിച്ച് നടത്തുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൂടാതെ അത് മാത്രമല്ല, അവരവരുടെ മേഖലകൾ അവർക്ക് കഴിവ് തെളിയിക്കാനും അതുപോലെ കൂടുതൽ പ്രാക്ടീസ്ഡ് ഉള്ള ഒരവസരമാണ് നമുക്ക് വിംബിൾ അക്കാദമി തരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വെബിനാറുകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ കുറെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് ട്രെയിനേഴ്സ് നമ്മളിലേക്ക് ഈ വെബിനാറിലൂടെ എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് ട്രെയിനേഴ്സ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് പലവിധ മേഖലകളിലുള്ള അറിവാണ് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോ സെക്സ് എഡ്യൂക്കേറ്റർ ആണെങ്കിലും എനിക്ക് ഇതിൽ നിന്ന് മാത്രമല്ലല്ലോ, പലവിധ മേഖലകളിലുള്ള അറിവ് ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത്, ഇന്ന് നമുക്കിവിടെ നമ്മളോട് സംസാരിക്കുന്നത് ഐഷ മാം ആണ്. ഐഷ അനൂപ് ഫാസിൽ. ഇന്ന് 8ാമത്തെ ക്ലാസ് ആണ്, വിംബിൾ അക്കാദമിയുടെ 8ാമത്തെ ക്ലാസ് ആണ്. ഗർഭകാലം കുട്ടിയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ഐഷ മാം ക്ലാസ് എടുക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പുറത്തായിരുന്നു. അപ്പൊ ഞാൻ ഒറ്റപ്പെട്ട ഒരു ജീവിതം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. രാവിലെ എണീറ്റ് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോവും, വൈകിട്ട് രാത്രിയെ തിരിച്ചെത്തും. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, അങ്ങനെ ഒരു കാര്യമായിരുന്നു. ഡോക്ടർ പറയുന്ന ഭക്ഷണം കഴിക്കും, അതുപോലെ ഡോക്ടർ പറയുന്ന മെഡിസിൻ കഴിക്കും. അത്രയായിരുന്നു എൻ്റെ ജീവിതത്തിൽ പ്രഗ്നൻസി പീരീഡിൽ ഞാൻ ചെയ്തത്. പക്ഷെ അത് ഒരുപാട് തെറ്റായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. നമ്മുടെ പ്രഗ്നൻസി പീരീഡിൽ നമ്മുടെ കുട്ടിക്ക് ശരീര വളർച്ച മാത്രമല്ല, ഒരു മാനസികമായ വളർച്ചയും ആ സമയത്ത് അവർക്ക് ആവശ്യമുണ്ട് എന്നത് എനിക്ക് അന്ന് മനസ്സിലായില്ല എന്നുള്ളതാണ്. പിന്നീട് എനിക്കത് കുറച്ചൊക്കെ പിന്നീട് യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ പലയിടത്തുനിന്നും വായിച്ചും ഒക്കെ പിന്നീട് മനസ്സിലായി. അന്നൊരു ഐഷ മാമോ അല്ലെങ്കിൽ ഒരു ഫൈസൽ സാറോ ഒന്നും നമുക്കിത് പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെ ഒരാളൊക്കെ നമുക്ക് അന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്തു. പക്ഷെ അന്ന് എനിക്ക് അങ്ങനെ പറ്റിയില്ല. അതിന്റെ ഒരു പോരായ്മ എൻ്റെ കുട്ടികളിൽ ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട്. ഒരു ഗർഭകാലത്ത് ഞാൻ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ മക്കളുടെ ഒരു മാനസിക വളർച്ചയ്ക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നേനെ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രെയിനിങ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് 1 മണിക്കൂർ ഒന്ന് സമയം ചെലവഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. അത് നമ്മൾ ഒരുപക്ഷെ ഇനിയിപ്പോ എന്നെ സംബന്ധിച്ച് ഒരു പ്രഗ്നൻസിക്ക് പറ്റത്തില്ല. അപ്പോ സ്വാഭാവികമായിട്ടും എനിക്ക് സമൂഹത്തിലെ മറ്റു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മറ്റു പലർക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ, ഈ അറിവ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പ്രഗ്നൻസി പീരീഡിൽ ഇങ്ങനെ ആയിരിക്കണമെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള അറിവ് ഇന്ന് ഐഷ മാം നമ്മളുമായിട്ട് പങ്കുവയ്ക്കും. അപ്പൊ ഞാൻ മാമിനെ ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുക. അതുപോലെ വിംബിൾ അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഫൈസൽ സാറിനെ സംസാരിക്കാനായിട്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. വളരെ നന്നായി തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു ലാലി, താങ്ക് യു.
It was wonderful. So hello everyone. So ട്രെയിനേഴ്സ് ടോക്കിന്റെ 8ാമത്തെ എഡിഷനിലാണ് നമ്മളുള്ളത്. 7 എഡിഷനുകളിൽ നമ്മുടെ ട്രെയിനേഴ്സ് വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മളോട് സംവദിച്ചു. സോ ഇന്നത്തെ സെഷൻ ഐഷാനുദ് ഫാസിലാണ്. പ്രഗ്നൻസി ടൈമിൽ ഒരു കുട്ടിയുടെ സ്വഭാവം, ഒരു കുട്ടിയുടെ വളർച്ചയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ദിവസങ്ങളിൽ ട്രെയിനേഴ്സ് വ്യത്യസ്ത വിഷയങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്നു. അതിലൂടെ വ്യത്യസ്തമായിട്ടുള്ള നോളജുകൾ ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നോളജ് നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനെ അവതരിപ്പിക്കാനുള്ള ഒരു വലിയ സ്കില്ല് നമുക്ക് ആവശ്യമാണ്. നോളജുകൾ എല്ലാവരുടെ അടുത്തുമുണ്ട്, പക്ഷെ അതിനെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നിടത്താണ് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു സ്കില്ലാണ് നമ്മൾ ട്രെയിനിങ്ങിലൂടെ നൽകുന്നത്. പരമാവധി പ്രാക്ടീസ് ചെയ്യുക, നോളജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നാം ഇവിടെ ഒരുക്കുന്നത്. സോ ഇന്നത്തെ ഒരു സെഷൻ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഉപകരിക്കും. ആ രൂപത്തിലാണ് ആയിഷ അതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. സോ എല്ലാവരും വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ആയിഷ ഇന്നത്തെ സെഷൻ എടുക്കാൻ പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തതിൽ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച്. സോ ആയിഷ, യു ക്യാൻ സ്റ്റാർട്ട്. ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? യെസ്, ഓഡിബിൾ ആണ്. ഓക്കെ, ഗുഡ് ഈവനിങ്. വളരെ സന്തോഷമുണ്ട് ഇതുപോലൊരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ, അതല്ലെങ്കിൽ ഒരു പാരന്റിങ് സീരീസ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ്. അതായത് പാരന്റ് എന്ന് പറയുമ്പോൾ ഒരു പാരന്റ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു പാരന്റ് ആകുന്നത് ഒരിക്കലും മക്കൾ ജനിച്ചതിന് ശേഷമല്ല, ഒരു ന്യൂ ബോൺ വന്നതിന് ശേഷമല്ല ഒരു പാരന്റ്സ് ഉണ്ടാവുന്നത്. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് പിറവി കൊള്ളുന്ന സമയം തൊട്ടിട്ട് അവര് അച്ഛനും അമ്മയും ഒക്കെ പിറവി എടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗർഭകാലം എന്ന് പറയുന്നത് പാരന്റിങ് സീരീസിൽ, അല്ലെങ്കിൽ പാരന്റിങ് വിഭാഗത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗർഭകാലം എന്ന് പറയുന്നത്. ഓരോ പാരന്റ്സും നല്ലപോലെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. ഗർഭകാലം തൊട്ടിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണോ ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടിയിട്ട് ശ്രദ്ധ കൊടുക്കുന്നത്, അവിടുന്നാണ് നമ്മൾ പാരന്റിങ് തുടങ്ങേണ്ടത്. ഒരിക്കലും കുട്ടി ജനിച്ചതിന് ശേഷമല്ല പാരന്റിങ് തുടങ്ങുക എന്നുള്ളത് വേണ്ടത്. എത്രത്തോളം ആനന്ദകരമാക്കാം, അല്ലെങ്കിൽ എത്രത്തോളം അതിൻ്റെ ഗർഭകാലത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വരുമ്പോ എത്രത്തോളം അതിന്റെ ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. അപ്പൊ ഞാന് ജസ്റ്റ് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാണ് കേട്ടോ. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ സർ. ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ. ഞാന് ഓൺലി ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ ആണ്. ഓക്കെ, കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ്. ഓക്കെ. ഹൗ പ്രഗ്നൻസി പീരിയഡ് ഷേപ്സ് ദ ചൈൽഡ് എന്നാണ്. വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണ് പ്രഗ്നൻസി പീരിയഡ് എന്ന് പറയുന്നത്. അത് ഒരു കുട്ടിയെ എത്രത്തോളം കുട്ടിയെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിപ്പോ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അതില് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇമ്പാക്ട് ഓഫ് മെറ്റേണൽ സ്ട്രെസ് ആൻഡ് ഡിപ്രഷൻ, ആൻസൈറ്റി, ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതൊരു ഫീറ്റൽ ഡെവലപ്മെന്റിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ള കാര്യം. മെറ്റേണൽ സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ ഒരുവിധം എല്ലാ പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയ അമ്മമാർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്.
പക്ഷെ അതിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടത് കാര്യം അവർക്ക് കൊടുക്കേണ്ടുന്ന കുറച്ച് കെയറുകളുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മെറ്റേണൽ സ്ട്രെസ്, ഡിപ്രഷൻ, ആൻസൈറ്റി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ന്യൂറോ ബിഹേവിയറൽ ഡെവലപ്മെന്റ് ആ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ന്യൂറോ ബിഹേവിയറൽ ഡെവലപ്മെന്റിനെയാണ് അവിടെ ബാധിക്കുന്നത്. അത് പല രീതിയിലായിരിക്കും. ന്യൂറോ ബിഹേവിയറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെ നല്ലപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അമ്മമാർ അനുഭവിക്കുന്ന ഈ പ്രഗ്നൻസി പീരീഡിൽ അനുഭവിക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള മക്കളെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ വിട്ട സ്ക്രീന് കാണാൻ പറ്റുന്നില്ലേ? എക്സ്ക്യൂസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ആ അല്ല, ഓക്കെ, കാണാൻ സ്ക്രീൻ ഷെയർ പറ്റുന്നുണ്ടോ? ആവുന്നില്ലല്ലോ, സ്ക്രീൻ ഷെയർ ആയിട്ടില്ലല്ലോ. ആയിട്ടില്ല, ജസ്റ്റ് എ മിനിറ്റ് ഇല്ലേ? കേട്ടോ. എനിക്ക് തോന്നി ഒരു മിനിറ്റ്. ഉദ്ദേശമല്ല വരുന്നത്. ഓക്കെ ഓക്കെ. ഒരു കേക്കിന്റെ പിക്കാണ് വരുന്നത്. ഇപ്പൊ ഓക്കെ ആണോ? ഇല്ല ഇല്ല, വന്നിട്ടില്ല. വന്നിട്ടുണ്ട്, ഇപ്പൊ ഓക്കെയാണ്, വന്നിട്ടുണ്ട്. ഇമ്പാക്ട് ഓഫ് മെറ്റേണൽ സ്ട്രെസ്, ഡിപ്രഷൻ, ആൻസൈറ്റി ഓൺ ഫീറ്റൽ അതെ, ന്യൂറോ കാണുന്നുണ്ട്, ബിഹേവിയറൽ കാണുന്നുണ്ട്. ഡെവലപ്മെന്റ്. സാറിന് ഓക്കെ. കാണുന്നുണ്ടോ? ബാക്കിയുള്ളവർക്ക് കാണുന്നില്ലേ? ഇല്ലല്ലോ, കാണുന്നില്ല. കാണുന്നില്ല സാർ. കമന്റ് അത് ലാപ്പും സാറേ ലാപ്പും മൊബൈലും ചിലപ്പോ ഡിഫറൻസ്. ഓക്കെ, മേ ബി അതായിരിക്കാം. കാണുന്നുണ്ട്. വരാൻ വഴിയില്ലല്ലോ. ഓക്കെ കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, ഒന്ന് കണ്ടിന്യൂ ചെയ്തോളൂ. കുഴപ്പമില്ല, ഞങ്ങൾക്ക് കാണുന്നില്ല. ഓക്കെ. കുഴപ്പമില്ല, ലാപ്പിലുള്ളവർക്കൊക്കെ കാണും, മൊബൈലിലുള്ളവർക്കൊന്നും കാണൂല. അല്ല, ഞാൻ മൊബൈലാണ്. അല്ല, ഞാൻ സിസ്റ്റം ആണ്, സിസ്റ്റത്തില് കാണുന്നില്ല. സാരമില്ല മാം, പറഞ്ഞോളൂ, സാരമില്ല. ഓക്കെ ഓക്കെ. ഈ ന്യൂറോ ബിഹേവിയറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മള് ഈ ചെറിയ കുട്ടികളിൽ കാണുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ കാണാൻ കഴിയും. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആവും. നമുക്ക് ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ വളരെ വളരെ ഒരുപാട് പാടുപെടുന്ന ഒരു അവസ്ഥയൊക്കെ വരും. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ മെറ്റേണൽ സ്ട്രെസ്, ഡിപ്രഷന്, അല്ലെങ്കിൽ ആ ഒരു വരുന്ന ആൻസൈറ്റി, ഇതൊക്കെയാണ്. ഈ ന്യൂറോ ബിഹേവിയറൽ ഡെവലപ്മെന്റിന്റെ അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പൊ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് മാറിയ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മളത് മനസ്സിലാക്കാൻ കഴിയില്ല ഒരിക്കലും. അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിനോ കാര്യങ്ങൾക്കൊന്നും നമുക്കിതൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. അവരെ നല്ലപോലെ കെയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളൂ. ചിലപ്പോൾ ഒരുപാട് ഹൈപ്പർ ആക്റ്റീവ്നെസ് കാണിക്കുന്ന കുട്ടികൾ വളരെ ഒരുപാട് നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. കുറച്ചൊരു നോർമൽ, നമ്മൾ പറയും ഈ കുട്ടി ഭയങ്കര വികൃതിയാണ്, ഈ കുട്ടിയെ കൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല, ഈ കുട്ടിയെ നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ കഴിയില്ല, ഒരാളെ മുന്നിൽ കാണിക്കാൻ കഴിയില്ല, ഇങ്ങനെ പല രീതിയിൽ പറഞ്ഞിട്ട് ഈ കുട്ടിയെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കേ ചെയ്യുള്ളൂ. പക്ഷെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ മെറ്റേണൽ സ്ട്രെസ് എന്നുള്ള മെറ്റേണിറ്റി സ്ട്രെസ് അനുഭവപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ ആ സമയത്ത് വരുന്ന ഒരു ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരു കുട്ടികളിലാണ് ഈ ഹൈപ്പർ ആക്ടിവിറ്റി കാണാൻ സാധിക്കുക. നമ്മൾ മനസ്സിലാക്കാൻ കഴിയാണ്ട് അല്ലെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കാണ്ട് ചുറ്റുപാടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ സ്വയം ആണെങ്കിലും നമ്മൾ മക്കളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. കുട്ടി ഭയങ്കര വികൃതിയാണ്, കുട്ടി പറഞ്ഞാൽ അനുസരിക്കില്ല, കുട്ടിയെ നമുക്ക് എങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയില്ല, ഒരാളെ മുന്നിൽ കാണിക്കാൻ കഴിയില്ല, ഇങ്ങനെ പല രീതിയിലാവും ഈ കുട്ടികളെ നമ്മൾ ഉണ്ടാവുക. പക്ഷെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മെറ്റേണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ന്യൂറോ ബിഹേവിയറൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരുപാട് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരിക്കലും ഈ മെറ്റേണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ന്യൂറോ ബിഹേവിയറൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ ഇതുപോലെയുള്ള കുട്ടികളിൽ കാണുന്ന വേറൊരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാര്യമാണ് ഈ ഇതുണ്ടാവുമല്ലോ, പഠനങ്ങൾ തെളിയിക്കുന്നതനുസരിച്ചിട്ട് ഗ്രോയിങ് ബോഡി ഓഫ് എ ലിറ്ററേച്ചർ സപ്പോർട്ടിംഗ് ദ ഫീറ്റൽ ഒറിജിൻസ് ഹൈപ്പോത്തിസിസ് that prenatal environmental exposures including maternal physiological state based alteration in utero physiology can sustain the effect across the lifespan. അതായത് ഈ ഒരു ഗ്രോയിങ് ബോഡി, അതായത് ഫീറ്റൽ ഗർഭപാത്രത്തിൽ നടക്കുന്ന ഒരു കുഞ്ഞിന്റെ ആ ഒരു കാലഘട്ട സമയത്ത്
കഴിയാതെ വരുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ മെറ്റേണൽ സ്ട്രെസ്സോ ആൻസൈറ്റിയോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് എന്തുകൊണ്ടായിക്കോട്ടെ ആ സമയത്ത് ഒരു കുഞ്ഞിന് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ കാരണം ഈ കുഞ്ഞ് ജനിച്ച് വീണതിന് ശേഷം ലൈഫ് സ്പാൻ ആ കുഞ്ഞിന്റെ ജീവിതകാലം മുഴുവനായിട്ട് ഈ കുട്ടി അത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതാണ് വളരെ വേദനിപ്പിക്കുന്ന മറ്റൊരു ഘടകം എന്നുള്ളത്. ലൈഫ് സ്പാൻ ആണ്. അതായത് ആ ഒരു കുഞ്ഞ് അതുപോലെ ജനിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിക്ക് വരുന്ന ഡിസോർഡറുകൾ അല്ലെങ്കിൽ ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ മാറുമെന്നല്ല, പല രീതിയിൽ ട്രോമാസ് ആയിട്ടോ അല്ലെങ്കിൽ പല രീതിയിലാവും ഈ കുഞ്ഞിനെ ഇത് ബാധിക്കുക. ഇപ്പൊ നമുക്ക് പറയാൻ കഴിയും തീരുമാനം എടുക്കാതിരിക്കാനുള്ള കഴിവ്. തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്ത ആളുകൾ ഉണ്ടാവും. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. അത് മെറ്റേണിറ്റി സ്ട്രെസ്സിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്ന ഒരു ലക്ഷണമാണ്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഇവർക്ക് എടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ചില ബുദ്ധി വൈകല്യം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ബുദ്ധി വൈകല്യം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതും ഇതുപോലെ മെറ്റേണൽ സ്ട്രെസ്സിന്റെ സംഭവമായിട്ട് വരുന്ന കുറെ കാര്യങ്ങൾ പെടുന്ന ഒന്നാണ്. ബുദ്ധി വൈകല്യം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ഡൗൺ സിൻഡ്രോം പോലെയുള്ള കാര്യങ്ങൾ വരുന്നു. ഡൗൺ സിൻഡ്രോം പോലുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും മെറ്റേണിറ്റി സമയത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളാണ്. അത് പല രീതിയിലായിരിക്കാം. സ്ട്രെസ് കൊണ്ട് വരും, ട്രോമാസ് ആ ഒരു സമയത്ത് വരുന്ന ക്രോണിക് ട്രോമ, അക്യൂട്ട് ട്രോമ പോലുള്ള പെട്ടെന്നുണ്ടാവുന്ന ട്രോമാസ് ഉണ്ടാവും. ഈ ട്രോമസ് മൂലം എന്തുണ്ടാവും, നമ്മള് ഈ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആൻസൈറ്റി വരുന്നു, ഡിപ്രഷൻ വരുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും ആ ഒരാളെ സംബന്ധിച്ചിടത്തോളം, പ്രഗ്നന്റ് ലേഡിയെ സംബന്ധിച്ചിടത്തോളം ചുറ്റുമുള്ള പല കാര്യങ്ങളും ഇതിന് ഘടകമാണ്. നമ്മുടെ വീട്ടിലുള്ള ചുറ്റുപാടുകളോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ, എൻവിറോൺമെന്റ്, ആ ഒരു ജീവിക്കുന്ന എൻവിറോൺമെന്റ് നമുക്ക് ഫേവറബിൾ ആവില്ലാത്തൊരു എൻവിറോൺമെന്റ് ആണെങ്കിൽ ഇതിനെ വളരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരികയാണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതും എന്താണ്, ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോഴും ഈ ഒരു മെറ്റേണൽ സ്ട്രെസ് വരുന്നു, അല്ലെങ്കിൽ ആൻസൈറ്റി വരുന്നു, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡിപ്രഷൻ പോലുള്ള സമയത്ത് ഇതിലോട്ട് കടക്കുന്നു. ഇതെല്ലാം ബാധിച്ചു വരുന്നതിന്റെ ഒരു കുട്ടികളിൽ ഉണ്ടാവുന്ന കാരണങ്ങളിൽ ഒന്നാണ് ഇതൊക്കെ. അതായത് നമുക്ക് കുട്ടികളിൽ കാണപ്പെടുന്ന ഹൈപ്പർ ആക്ടിവിറ്റി കാണപ്പെടുന്നു. അതേപോലെ നമ്മുടെ കുട്ടികളിൽ കാണപ്പെടുന്ന മറ്റൊരു കാര്യമാണ് തീരുമാനമെടുക്കാൻ കഴിവില്ലായ്മ വരുന്നു, ബുദ്ധി വൈകല്യങ്ങൾ വരുന്നു, അതേപോലെ തന്നെ ഡൗൺ സിൻഡ്രോം പോലുള്ള കാര്യങ്ങൾ വരുന്നു. ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഈ കുട്ടിയെ നല്ല പോലെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചില കുട്ടികളെ പറയാം കുട്ടിക്ക് പഠിക്കാൻ കഴിവില്ല, അല്ലെങ്കിൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി തീരെ ശ്രദ്ധിക്കുന്നില്ല, കുട്ടിക്ക് ശ്രദ്ധ കുറവാണ്. എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, കുട്ടിക്ക് ശ്രദ്ധ കുറവാണ്. കുട്ടി എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ കുട്ടികളെ പറയാറുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഓരോ കുട്ടികൾക്കും എല്ലാവർക്കും കഴിവുള്ള കുട്ടികളാണ്. പക്ഷെ അവരെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു ട്രിഗർ പോയിന്റ് അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവും. അതിലൊരു ട്രിഗർ പോയിന്റ്, അതിലൊരു റീസൺ ആണ് മെറ്റേണിറ്റി സമയത്ത് ഉണ്ടാവുന്ന ഈ ട്രോമാസോ സ്ട്രെസ്സോ അല്ലെങ്കിൽ ആൻസൈറ്റി, ഡിപ്രഷൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ സമയത്ത് നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു കുഞ്ഞുങ്ങളിൽ വരുന്ന ട്രിഗർ പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു റീസൺ ആണ്. അതുപോലെ തന്നെ നമ്മള് വളരെ വൈഡായിട്ട് പറയേണ്ടുന്ന കാര്യമാണ് ഈ മെറ്റേണിറ്റി വിഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി പീരിയഡ് എന്ന് പറയുന്നത് വളരെ വൈഡായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ സ്ക്രീനിൽ കാണുന്നുണ്ടോ? ന്യൂറോ ഡെവലപ്മെന്റ്, അതുപോലെ ബ്രെയിൻ ഡെവലപ്മെന്റ്, ബിഹേവിയറൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഹെൽത്ത്, സൈക്കാട്രിക് ഹെൽത്ത്, ഇതെല്ലാം ബാധിക്കും. ഇപ്പൊ നമ്മൾ ഇത്രയും സമയം പറഞ്ഞു വന്നത് നമ്മള് ബ്രെയിൻ ഡെവലപ്മെന്റിനെ പറ്റി പറഞ്ഞു, ന്യൂറോ ഡെവലപ്മെന്റിനെ പറ്റി പറഞ്ഞു, ബിഹേവിയറൽ ഡെവലപ്മെന്റിനെ പറ്റി പറഞ്ഞു, അതേപോലെ സൈക്കാട്രിക് ഹെൽത്ത്, മെന്റൽ ഹെൽത്തിനെ പറ്റി പറഞ്ഞു. ഫിസിക്കൽ ഹെൽത്ത് എങ്ങനെ ഒരു മെറ്റേണിറ്റി സ്ട്രെസ് വരുമ്പോ ഒരു കുഞ്ഞിനെ ബാധിക്കുന്നുള്ളതാണ്. ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളിൽ നമ്മൾ കാണപ്പെടുന്ന ഡൗൺ സിൻഡ്രോം ഫിസിക്കൽ ഹെൽത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെയാണ് അതൊരു ന്യൂറോ ബിഹേവിയറൽ ഡെവലപ്മെന്റ് അല്ല, ന്യൂറോ പരമായിട്ട് വരുന്ന ന്യൂറോ ബ്രെയിൻ ഡെവലപ്മെന്റുമായിട്ട് വരുന്ന കാര്യങ്ങളാണ്.
അപ്പോ ഈ ഫിസിക്കൽ ഹെൽത്ത് സംഭവിക്കുമ്പോ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരു 3 വയസ്സിന് ശേഷം കാണപ്പെടുന്ന എണീറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥ വരിക. നോർമലായിട്ട് ഒരു കുട്ടി ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും കുട്ടികൾ ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ. ചില കുട്ടികൾ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടാവില്ല, ചില കുട്ടികൾക്ക് സംസാരിക്കാൻ കഴിവില്ലാണ്ട് വരും. അത് നോർമലായിട്ട് പോകുന്ന ഒരു കുട്ടിയാകോ ഈ കുട്ടിക്ക് ഈ ഒരു സമയം നമ്മൾ കാണപ്പെടുന്നത് ഒരു 3 വയസ്സിന് ശേഷമായിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുക. ചില കുട്ടികളിൽ എക്സെപ്ഷണൽ കേസ് അല്ലെങ്കിൽ എക്സെപ്ഷണൽ കേസിൽ വരുന്ന സമയങ്ങളിൽ ഒരു 7 വയസ്സ് 8 വയസ്സ് സമയത്തും ഇത് കാണപ്പെടും. അത് വളരെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. വളരെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ചിലപ്പോൾ കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, കൈകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, കണ്ണുകൾക്കാവും ചില കുട്ടികളിൽ ഡിഫറൻസ് കാണുക. ഈ കൃഷ്ണമണി ഇങ്ങനെ ഇളകി കൊണ്ടുപോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ പല രീതിയിലായിരിക്കും. അതുപോലെ തന്നെ ഈ കുട്ടികൾ നടക്കാൻ കഴിവില്ലാത്ത കുട്ടികളായി മാറുക, അല്ലെങ്കിൽ പെട്ടെന്ന് സംസാരിക്കാൻ കഴിവില്ലാത്ത കുട്ടികളായി മാറുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില കുട്ടികൾ പ്രോപ്പറായിട്ട് മുട്ടുകുത്തി പോകുന്ന കുട്ടികൾ മുട്ടുകുത്തേണ്ട സമയമാകുമ്പോൾ മുട്ടുകുത്തില്ല. അവർക്ക് അതിന് കഴിയാത്തൊരവസ്ഥ വരും. അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കും, അയ്യോ കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിത് പ്രോപ്പറായിട്ട് നോക്കുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ കുട്ടികൾ നോർമലായിട്ട് എല്ലാ കുട്ടികളും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഇവരെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ നമ്മൾ ഡോക്ടറെ കാണിക്കും, ഡോക്ടർ പറയും ന്യൂറോപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, ചികിത്സ തുടങ്ങും. ഇന്ന് ചികിത്സ വളരെ നല്ല രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് വളരെ ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഒരുപാട് ചികിത്സകൾ ഇതിന് ലഭ്യമാണ്. ഈ ഫിസിക്കൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന രീതിയിൽ കുറെയൊക്കെ, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കുറവ് വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കതൊരു നോർമലാക്കി എടുക്കാനൊക്കെ നമുക്ക് ഈ ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കത് പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്ന സമയം എന്ന് പറയുന്നത് 3 വയസ്സ് തൊട്ടിട്ട് കൂടുതലായിട്ട് കാണപ്പെടും. എക്സെപ്ഷണൽ കേസിൽ, അപൂർവമായിട്ടുള്ള കേസുകളിൽ 7 വയസ്സ് 8 വയസ്സ് കാലഘട്ടത്തിൽ നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്ന ഒരു കുട്ടിയായിരിക്കും ആ കുട്ടി. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പോകുന്ന, അല്ലെങ്കിൽ ബുദ്ധി വളർച്ചയാണെങ്കിലോ അല്ലെങ്കിൽ നടക്കുന്ന കാര്യമാണെങ്കിലോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആ ഒരു വളർച്ച കാലഘട്ടത്തിൽ നടക്കുന്ന സമയത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ മുട്ടുകുത്തുന്നത് പോലെ, പല്ല് വരുന്നത് പോലെ, അല്ലെങ്കിൽ പിടിച്ചു നടക്കും കുട്ടികൾ, അല്ലെങ്കിൽ നടക്കൽ തുടങ്ങും കുട്ടികൾ. ഇതെങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തിരുന്ന കാര്യമായിരിക്കും. ചില കുട്ടികളുടെ കഴുത്തൊക്കെ കറക്റ്റ് ആയിട്ട് ഉറച്ചിട്ടുണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ കാര്യങ്ങളൊക്കെ വരുന്നത് വീണ്ടും ഇവർക്ക് ഇത് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിയുന്നത് ഒന്നില്ലെങ്കിൽ 3 വയസ്സ് 4 വയസ്സ് സമയത്ത് കാണപ്പെടാം. അതല്ല എന്നുണ്ടെങ്കിൽ 7 വയസ്സ് 8 വയസ്സ് സമയത്ത് നമുക്ക് അവർക്കുള്ള ഡിഫക്ട്സ് കാണപ്പെടാം. ഇതിന്റെ ഒരു റീസൺ, അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയും സമയം ഇത്രയും കാലം പ്രോപ്പറായിട്ട് പോയിരുന്ന ഒരു കുട്ടിയാണ്, എന്തുകൊണ്ട് കുട്ടിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മെറ്റേണിറ്റി സമയത്ത് അനുഭവപ്പെടുന്ന ഇതുപോലുള്ള കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മെറ്റേണിറ്റി പ്രഗ്നൻസി പീരിയഡിന്റെ ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, ഈ 3 കാര്യങ്ങൾ കൊണ്ടുവരുന്ന അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് എന്ത് വരുന്നത്, കുട്ടികളിൽ വരുന്ന ഇത്രയും കാര്യങ്ങൾ: ന്യൂറോ ഡെവലപ്മെന്റ്, ബ്രെയിൻ ഡെവലപ്മെന്റ്, ബിഹേവിയറൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഹെൽത്ത്, സൈക്കാട്രിക് ഹെൽത്ത്. നമ്മളെപ്പോഴും ആലോചിക്കും ഇത്രയും നാളും കുട്ടിക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, എന്തുകൊണ്ട് ഇപ്പൊ വന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്നത്, ആ കുട്ടി ജനിച്ച് വളർന്ന സാഹചര്യം തൊട്ടിട്ട് നല്ലപോലെ കെയർ ചെയ്ത കുട്ടിയായിരിക്കും, പക്ഷെ അതിന്റെ ഗർഭകാലത്ത് ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ഡൗൺ ചെയ്ത്. ഓക്കെ, കേൾക്കുന്നുണ്ട്. കമന്റ് ഡൗൺ ചെയ്യാട്ടോ. ഓക്കെ, കേൾക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മള് ഈ ഒരു സ്ക്രീൻ കാണപ്പെടുന്നല്ലേ? മാഡം സ്ക്രീൻ പക്ഷെ വളരെ ചെറുതാണെന്ന് മാത്രമേ. ഓക്കെ, ശരി. ഞാൻ ഫോണിലാണ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോ അത്ര ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ മെറ്റേണൽ കൺസപ്ഷൻ ഓഫ് എസൻഷ്യൽ ഫാറ്റി during pregnancy is linked to low birth weight and decrease in cognitive and motor function.
While fetal exposure to PCBs and methylmercury BSE food in a woman's diet is linked to neurocognitive disease. അതായത് നമ്മള് ഈ ഒരു പ്രഗ്നൻസി പീരിയഡിൽ നമ്മള് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒരുപാട് നമ്മള് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ വലിച്ചു വാരി ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥ വരും. അതല്ലെങ്കിൽ കൈ കിട്ടി നമുക്ക് എന്താണോ തീരെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ കഴിക്കേണ്ടുന്ന സമയത്ത് ഫാസ്റ്റ് ഫുഡ് മാത്രം കഴിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ ഭക്ഷണത്തിൽ തീരെ ശ്രദ്ധിക്കാത്ത അവസ്ഥ ഉണ്ടാവും. ചില ഭക്ഷണങ്ങൾ പ്രഗ്നൻസി സമയത്ത് കഴിക്കാൻ പാടുണ്ട്. മെത്തിൽ മെർക്കുറി ഒക്കെ അടങ്ങിയിട്ടുള്ള ചില ഭക്ഷണങ്ങൾ, സീ ഫുഡുകൾ, ഇതൊന്നും പ്രഗ്നൻസി സമയത്ത് ചില തരം മീനുകളിൽ ഈ മെത്തിൽ മെർക്കുറി പോലുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. അത് ഈ പ്രഗ്നൻസി പീരീഡിൽ കഴിക്കാൻ പാടില്ല. ഇത് എന്ത് വരും? കുട്ടിയുടെ വെയിറ്റിനെ, ലോവർ ബർത്ത് വെയിറ്റിനെ ബാധിക്കും. ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴും എന്തുണ്ടാവും? കുട്ടിയുടെ വളർച്ച കുറവ് അനുഭവപ്പെടും. വളർച്ച കുറവ് അനുഭവപ്പെട്ടാലും ജനിക്കുന്ന സമയത്ത് ബർത്ത് വെയിറ്റ് കുറഞ്ഞ കുട്ടികൾക്കും ഈ നേരത്തെ പറഞ്ഞ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ബിഹേവിയറൽ ഡെവലപ്മെന്റ്, അതുപോലെ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം എന്ത് വരും? ഈ ഗർഭാവസ്ഥയിൽ കഴിക്കുന്ന ഭക്ഷണത്തെ ബാധിച്ചുകൊണ്ട് വരും. ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുണ്ട്. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഡയറ്റ് ചാർട്ട് തന്നെ നമുക്ക് തരാറുണ്ട്. നല്ല ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് പറയാറുണ്ട്, ഏതൊക്കെ കഴിക്കരുതേ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം നോക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, ഏതൊക്കെ കഴിക്കരുത്, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയും. അതായത് കറക്റ്റ് ആയിട്ട് നല്ല നോർമൽ വെയിറ്റ് വരുന്ന ഒരു കുഞ്ഞിനെ, ലോവർ ബർത്ത് വെയിറ്റ് വളരെ കുറഞ്ഞ രീതിയിലോട്ട് വരുമ്പോൾ, ലോവർ ബർത്ത് വെയിറ്റ് വരുമ്പോൾ ഇതുപോലുള്ള ഡിഫക്ട്സ് ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങളിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത കാര്യം, നമ്മള് ഈ ഗർഭാവസ്ഥയിൽ കഴിക്കുന്ന മരുന്നുകൾ, ചില മരുന്നുകൾ നമുക്ക് പറ്റാത്ത മരുന്നുകളുണ്ട്. അപ്പോ ഈ ഗർഭാവസ്ഥയിൽ എല്ലാ മരുന്നുകളും, അപ്പൊ അതുകൊണ്ട് മരുന്ന് കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് കഴിക്കണം. നമ്മൾ അവിടെ വേദന വന്നു ആ മരുന്ന് എടുത്ത് കഴിച്ചു, അല്ലെങ്കിൽ നമുക്ക് പനി വന്നു, നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും തോന്നുമ്പോഴേക്കും ഡോക്ടറെ കാണിക്കാതെ മരുന്ന് എടുത്ത് കഴിക്കുന്ന ശീലം ഉണ്ടാവും. അത് ഗർഭാവസ്ഥയിൽ ഒരിക്കലും കൊണ്ടുപോകുന്നത് നല്ലതല്ല. നമ്മൾ പരമാവധി എന്ത് അസുഖമാണെങ്കിലും, ഒരു ജലദോഷമാണെങ്കിൽ പോലും ഡോക്ടറെ കാണിച്ച്, ആ ഡോക്ടർ നമ്മുടെ ഗൈനക് ആയിട്ടുള്ള ഡോക്ടറെ കാണിച്ച് ആ ഡോക്ടർ പ്രിഫർ ചെയ്യുന്ന മരുന്നുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോ ചില മരുന്നുകൾ, ഇപ്പോ ചില ആന്റിബയോട്ടിക്സ് ഒന്നും ഗർഭാവസ്ഥയിൽ കഴിക്കുന്നത് നല്ലതല്ല. ഗർഭാവസ്ഥയിൽ എന്നല്ല, ഗർഭം ധരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തൊട്ടിട്ടേ, നമ്മളൊരു ബേബി പ്ലാനിങ് തുടങ്ങുന്നുണ്ട് എങ്കിൽ ചില മരുന്നുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്നുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അത് ഗർഭാവസ്ഥയിലോ ഗർഭം ധരിക്കാൻ നമ്മൾ ബേബി പ്ലാനിങ് പീരിയഡിലോ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത മരുന്നുകളാണ്. ഇതുപോലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രീനാറ്റൽ പീരിയഡിൽ കഴിക്കുന്ന മരുന്നുകൾ ഇതായിക്കഴിഞ്ഞാൽ സോഷ്യൽ ഹെൽത്തിനെ ഒക്കെ ബാധിക്കും. പ്രീനാറ്റൽ എക്സ്പോഷേഴ്സ് ഉണ്ടാവും. ഈ ഒരു സെല്ലുലാർ മൈഗ്രേഷൻ, സെല്ലുലാർ ഡിഫറൻസിയേഷൻ, synaptic refinement that occurring during prenatal period. There is also evidence for the interaction between these types of prenatal exposures and maternal psychosocial health. ഈ സമയത്ത് കഴിക്കുന്ന മരുന്നുകൾ നമ്മൾ എപ്പോഴും നല്ലപോലെ ശ്രദ്ധിക്കണം. ഡോക്ടറെ കാണിച്ച്, നമ്മളെ കാണിക്കുന്ന ഗൈനക്കിനെ കാണിച്ച്, അല്ലെങ്കിൽ ഗൈനക്ക് പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ഡോക്ടറെ കാണിച്ച് അവരോട് നമ്മുടെ പ്രഗ്നൻസി പീരീഡിനെ പറ്റിയും നമ്മുടെ കാര്യങ്ങളെ പറ്റിയും, ഈവൻ നമ്മൾ ബേബി പ്ലാനിങ് ആണെങ്കിൽ പോലും, ബേബി പ്ലാനിങ് പീരീഡ് ആണെങ്കിൽ പോലും, നമ്മൾ പ്രഗ്നന്റ് അല്ല, ഓക്കെ, ബേബി പ്ലാനിങ് ഉണ്ട്, നമ്മൾ പ്രഗ്നന്റ് ആവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരു സമയമാണ് എങ്കിൽ പോലും അത് പ്രത്യേകമായി ഡോക്ടറോട് പറഞ്ഞ് അതിനനുസരിച്ചുള്ള മരുന്നുകൾ, അവോയ്ഡ് ചെയ്യേണ്ട മരുന്നുകളാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനേ വേണം. ചില സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള മരുന്നുകൾ നമുക്ക് കഴിക്കാൻ പാടില്ല. അതുപോലെ ചില ആന്റിബയോട്ടിക്സുകൾ കഴിക്കാൻ പാടില്ല. ഇപ്പോ ഒരു യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് കഴിക്കുന്ന മരുന്നുകളുണ്ട്. അപ്പൊ അത് ചിലപ്പോ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ നല്ലതല്ല. അങ്ങനത്തെ മരുന്നുകൾ കഴിക്കുന്നത് ബേബിയെ ബാധിക്കും, ഡെലിവറി പീരീഡ് സമയത്തെ ബാധിക്കും. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്.
അപ്പൊ അതുകൊണ്ട് അവോയ്ഡ് ചെയ്യേണ്ട മരുന്നുകൾ പരമാവധി അവോയ്ഡ് ചെയ്യാതെ ഡോക്ടറെ കാണിക്കാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വയം ഡോക്ടർ ആവരുത് എന്ന് പറയുമല്ലോ. എപ്പോഴും എല്ലാവർക്കും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് സ്വയം ഡോക്ടർ ആവരുത്, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ മരുന്നുകൾ കഴിക്കരുത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രം മരുന്ന് കഴിക്കുക. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ടൊബാക്കോ ഇൻ പ്രഗ്നൻസി. നമ്മുടെ നാട്ടിൽ ചിലപ്പോ ഈ അമ്മമാര് ഈ ഒരു ടൊബാക്കോ യൂസ് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് വിദേശ നാടുകളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഉണ്ട് എന്ന് പറയാം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ന്യൂ ജനറേഷൻ പാരന്റ്സിൽ കാണപ്പെടാറുണ്ട് ടൊബാക്കോ ഇൻ പ്രഗ്നൻസി. അപ്പൊ ടൊബാക്കോ ഇൻ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് അമ്മമാരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. നമ്മുടെ ചുറ്റുമുള്ളവരും ഈ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിയുടെ ചുറ്റും നിൽക്കുന്ന വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരോ ആരാണെങ്കിലും, അതായത് സിഗരറ്റിന്റെ കാര്യം അല്ലെങ്കിൽ ടൊബാക്കോന്റെ കാര്യം വരുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാൻ കഴിയും ഈ സിഗരറ്റ് വലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആൾക്ക് ആ ഒരു സിഗരറ്റിന്റെ 40% ഏൽക്കുള്ളൂ, ബാക്കി 60% അതിന്റെ ചുറ്റുമുള്ള ആളിലേക്കാണ് പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിഗരറ്റ് വലിക്കുന്നത് നമ്മൾ പ്രഗ്നന്റ് ആയ ലേഡി മാത്രമല്ല അതിന്റെ ചുറ്റുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും എന്തുണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. There is a risk of schizophrenia, personality disorder. Schizophrenia എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ഈ പ്രഗ്നൻസി പീരീഡിൽ ടൊബാക്കോ യൂസേജ് വന്നാലുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ടൊബാക്കോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സിഗരറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുകവലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ടൊബാക്കോ മാത്രമല്ല മദ്യമാണെങ്കിലും ഡ്രഗ്സ് വാട്ടർ ഇറ്റ് നമ്മൾ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമാണെങ്കിലും അതുമായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന മറ്റൊരു റീസൺ ആണ്, അല്ലെങ്കിൽ അതിലൂടെ ജനിക്കുന്ന കുഞ്ഞിനെ അതുമായി ബന്ധപ്പെട്ട് നിന്ന കുഞ്ഞുങ്ങൾക്ക് കാണപ്പെടുന്ന മറ്റൊരു ഡിഫക്റ്റ് ആണ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ കാണപ്പെടുക വളരെ ചെറിയ കുട്ടിയാവുമ്പോഴായിരിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോ ബിഹേവിയറൽ ഡെവലപ്മെന്റിലോ അല്ലെങ്കിൽ ന്യൂറോ ഫിസിക്കൽ ഡെവലപ്മെന്റിലോ നമ്മൾ കണ്ട പോലെ 7 വയസ്സോ 8 വയസ്സോ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ 3 വയസ്സ് 4 വയസ്സ് ആ ഒരു സമയങ്ങളിലോ അല്ലെങ്കിൽ ജനിച്ച് വീണ ഉടനെ അല്ലെങ്കിൽ ആ ഒരു സമയങ്ങളിലോ ഒന്നുമല്ല. ഇത് കാണപ്പെട്ട അഡൾട്ട് ഹുഡിലാണ്. ഒരു കുട്ടിയുടെ 14, 13, 14, 15 വയസ്സ് സമയങ്ങളിലാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ കാണപ്പെടുക. വളരെ നല്ല കുട്ടിയായ ചില കുട്ടികൾ നമ്മൾ പറയും വളരെ നല്ല കുട്ടിയായിരുന്നു, ചെറിയ കുട്ടിയായിരുന്നപ്പോഴൊക്കെ എന്റെ കയ്യിൽ നിന്ന് വിട്ടു പോവില്ലായിരുന്നു, ഉമ്മമാരൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും ടീച്ചേഴ്സ് ഒക്കെ പറയും നല്ല കുട്ടിയായിരുന്നു, നല്ല പോലെ പഠിച്ചിരുന്നു, എന്ത് ഈ കുട്ടിക്ക് പെട്ടെന്ന് സംഭവിച്ചു പോയത് എന്ന് പറയാറുണ്ട്. ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് 13, 14 വയസ്സാകുമ്പോഴാവും ഇവരുടെ പേഴ്സണാലിറ്റിയിൽ നമ്മൾ ബുദ്ധിമുട്ടുകൾ കാണുക. ചില കുട്ടികൾ എന്തായി മാറും, കുറച്ചും കൂടി ക്രിമിനൽ മൈൻഡ് ഒക്കെ കാണപ്പെടുന്ന കുട്ടികളൊക്കെ നമ്മൾ കാണാറുണ്ട്. ക്രിമിനൽ മൈൻഡ് കാണപ്പെടുന്ന കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ചില കുട്ടികൾ നല്ല അനുസരണയുള്ള കുട്ടികളായിരിക്കും, എല്ലാത്തിനെയും എതിർക്കുന്ന രീതിയിലോട്ട് കുട്ടികൾ മാറാറുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പ്രഗ്നൻസി പീരിയഡിൽ ഉണ്ടാവുന്ന ഈ ടൊബാക്കോമായിട്ടുള്ള സിഗരറ്റ് പോലെ മദ്യം അല്ലെങ്കിൽ സിഗരറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ആളുകളിലാണ്, അതുപോലെ ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്നിട്ട് ജനിക്കുന്ന കുട്ടികളിലാണ് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ കാണുക. പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവുന്നത് 13, 14, 15 വയസ്സ് ഈ സമയങ്ങളിലാവും ഇത് കുട്ടികളിൽ നമുക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങാം. അതുവരെ ഒരു കുഴപ്പം ഉണ്ടാവില്ല, നോർമൽ ആയിട്ട് പോകുന്ന കുട്ടിയായിരിക്കും. ആ സമയങ്ങളിൽ നമുക്ക് കുട്ടികളുടെ സ്വഭാവ വൈകല്യങ്ങൾ കാണപ്പെടും. നമുക്ക് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് ആ കുട്ടിയുടെ ഗർഭാവസ്ഥയിൽ സംഭവിച്ച കാര്യങ്ങളായിരിക്കാം ഒരു റീസൺ. അതായിരിക്കാം ഒരു റീസൺ. അപ്പോ ഈ ഒരു ഗർഭാവസ്ഥയിൽ വരുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു ഗർഭാവസ്ഥയിലുള്ള അമ്മയല്ല, അല്ലെങ്കിൽ അമ്മ വലിക്കുന്നു അല്ലെങ്കിൽ അമ്മ സിഗരറ്റ് വലിച്ചത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ വലിക്കുന്ന പുക ഉൽപ്പന്നങ്ങൾ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതും എന്ത് വരും,
അപ്പൊ വലിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഇവർക്ക് ഉണ്ടാവുന്നത്, ചുറ്റുമുള്ള ആളുകളില് അതുപോലുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ള ആളായിരിക്കാം, തൊട്ടടുത്ത് നിന്ന് വിളിച്ചിട്ട് അത് സ്ഥിരമായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടാകും. അത് കിട്ടിയാലും മതി. അതിന്റെ ഒരു റീസൺ എപ്പോഴാണ് വരിക? 13-14 വയസ്സുള്ള കുട്ടികളിൽ നമുക്ക് എന്ത് കാണപ്പെടും? പേഴ്സണാലിറ്റി ഡിസോർഡർ കാണപ്പെടും. അടുത്തത് deficiency in many micro and macronutrients, കലോറി ന്യൂട്രിയൻസ്, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ മാക്രോന്യൂട്രിയൻസിന്റെ ഒക്കെ ഡെഫിഷ്യൻസി വരുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് എന്തിനു വരും? ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കും. നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഫക്റ്റ് കാണുന്നതാണ് ബ്രെയിൻ ഡെവലപ്മെന്റ്. ഈ ബ്രെയിൻ ഡെവലപ്മെന്റിനെ എന്ത് ബാധിക്കും? ഈ ഡെഫിഷ്യൻസി ഇൻ മൈക്രോ ആൻഡ് മാക്രോന്യൂട്രിയൻസ് പോലുള്ള കാര്യങ്ങളിൽ വരുന്ന ഡെഫിഷ്യൻസി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഒരു പ്രഗ്നൻസി ഡയറ്റ് ചാർട്ട് ഉണ്ടെങ്കിൽ അത് കൃത്യമായും ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു 2-3 മാസമൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. നമുക്ക് ഒരിക്കലും ഡയറ്റ് ചാർട്ട് ഒന്നും ഫോളോ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഈ നല്ല പോലെ ഛർദി ഉണ്ടാകും, ക്ഷീണം ഉണ്ടാകും, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പൊ അത് സംഭവിക്കുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് ആ സമയത്ത് ഒന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ശേഷം ഒരു 4-5 മാസം തൊട്ടിട്ട് നമുക്ക് ഈ ഒരു ക്ഷീണമില്ലാത്ത അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തൊട്ട് തന്നെ ശ്രദ്ധിക്കാട്ടോ. ക്ഷീണമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എല്ലാ പ്രഗ്നൻസി പീരീഡിലും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സമയം തൊട്ടിട്ട് കയ്യില് കിട്ടിയത് മുഴുവന് കഴിക്കുക, അല്ലെങ്കിൽ 5 നേരം ഭക്ഷണം കഴിക്കുക, 6 നേരം ഭക്ഷണം കഴിക്കുക, ഉമ്മാക്കും അല്ലെങ്കിൽ കുട്ടിക്കും ഉള്ളത് ഒരുപോലെ ഒരാൾ കഴിച്ചിരിക്കണം, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇപ്പൊ പണ്ടുള്ള ആളുകൾ പറഞ്ഞിരുന്ന കാര്യമാണ്, വയറ്റിലൊരു കുട്ടി ഉണ്ട്, ആ കുട്ടിക്ക് ചേർത്തതും കൂടിയും കഴിക്കണം. അതായത് നമ്മളെ നിർബന്ധിച്ച് വളരെ ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് തടി വെച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിരിക്കണം. ഇതല്ല, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ആ ഒരു പ്രഗ്നൻസി ഡയറ്റ് ചാർട്ടിൽ ഉൾപ്പെടുത്തേണ്ടുന്ന കാര്യം. അല്ലാതെ നമ്മള് കുട്ടിക്കും കൂടിയുള്ള ഭക്ഷണം കഴിക്കുക, 2 ആൾക്കുള്ള ഭക്ഷണം കഴിക്കുക, കുറെ ചോറ് വാരി കഴിക്കുക, ഇതൊന്നും അല്ല. കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ പാടെ ഒഴിവാക്കുക. കഴിക്കേണ്ടുന്ന ഭക്ഷണങ്ങൾ പച്ചയില, ഇലക്കറികൾ പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുക. നല്ല നല്ല ഫ്രൂട്ട്സ് ഉണ്ടാകും. ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് പോലെയുള്ള കാര്യങ്ങൾ, ഇലക്കറികൾ പോലെയുള്ള പച്ചക്കറികൾ, ചില മീറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു സമയത്ത് കഴിക്കണം. ആ ഒരു സമയത്ത് കഴിക്കുമ്പോൾ അത് കാരണം നമുക്ക് എന്ത് വരില്ല? മാക്രോന്യൂട്രിയൻസിന്റെ ഒന്നും ഡെഫിഷ്യൻസി വരുന്നില്ല, വൈറ്റമിൻസിന്റെ കുറവ് വരുന്നില്ല. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഡോക്ടേഴ്സിനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന അയൺ, കാൽഷ്യം, വൈറ്റമിൻസ് പോലുള്ള ടാബ്ലറ്റ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഒരു കുഞ്ഞിന്റെ ബർത്ത് വെയിറ്റിനെ സംബന്ധിക്കുന്ന കാര്യമാണ്, ബ്രെയിൻ ഡെവലപ്മെന്റിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഒരിക്കലും അമ്മമാർക്ക് മാത്രമല്ല അതിന്റെ ഒരു കാര്യങ്ങൾ വരുന്നത്. ആ കുഞ്ഞിന്റെ ബർത്ത് വെയിറ്റ് നോർമലായിട്ട് നിൽക്കാനും മൈക്രോന്യൂട്രിയൻസ്, മാക്രോന്യൂട്രിയൻസ് പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊരു അമ്മ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഡയറ്റ് ചാർട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത്. അതില് നമ്മൾ ആ ഒരു പ്രഗ്നന്റ് ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറോട് ചോദിച്ചു നോക്കുക, ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്നതാണ്, ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കണം. അല്ലാണ്ട് നമ്മൾ മിത്തുമായിട്ട് മുന്നോട്ട് പോകരുത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ഒരാൾക്കുള്ള ഭക്ഷണം, 2 ആൾക്കുള്ള ഭക്ഷണം ഒരാൾ കഴിക്കണം. രാവിലെ, ഉച്ചയ്ക്കും, വൈകുന്നേരത്തും, 4 മണിക്കും, രാത്രിയും, അതിന്റെ ഇടയിലുള്ള സമയം, കിട്ടുന്ന സമയമൊക്കെ കഴിച്ചുകൊണ്ടേയിരിക്കുക. ഇതുപോലുള്ള സാഹചര്യം ഇപ്പൊ നേരത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ മാമിന്റെ പേര് ലാലി മാം. ഓക്കെ, ലാലി മാം പറഞ്ഞ പോലെ തന്നെ ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ഇതായിരിക്കും ഒരു പ്രൊസീജിയർ എന്നുള്ളത്. അപ്പോ ഈ കഴിക്കുന്ന ഭക്ഷണം നല്ലതുമല്ല, അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, കയ്യിൽ കിട്ടിയതൊക്കെ കഴിച്ചുകൊണ്ടേയിരിക്കുക. കഴിക്കൽ മാത്രമല്ല ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇതുപോലുള്ള ഡിഫക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത്.
ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രഗ്നന്റ് ആയ ഒരു ലേഡി മാത്രമല്ല ചുറ്റുമുള്ള എൻവിറോൺമെന്റ് ഒരുപോലെ ഒരുങ്ങിയിരിക്കേണ്ടുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഡോക്ടറോട് നമ്മളെ കാണിക്കുന്ന നമ്മുടെ ഗൈനക്കിനോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് ഏതൊക്കെ ഭക്ഷണമാണോ നമുക്ക് കഴിക്കേണ്ടുന്നത് അത് നിർബന്ധമായിട്ടും നമ്മുടെ ഡയറ്റ് ചാർട്ടിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. മെറ്റേണൽ സ്ട്രെസ്, ന്യൂറോടോക്സിക് ഇഫക്റ്റ് ഓൺ ബ്രെയിൻ റീജിയൻസ് റിലവന്റ് ടു മെന്റൽ ഇൽനെസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കും. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികളിൽ ഉണ്ടാവുന്നത്, കുട്ടികളുണ്ടാവുന്ന ആ ഒരു കാപ്പബിലിറ്റി, ഈ ഒരു ധൈര്യക്കുറവുണ്ടാവും. ചില കുട്ടികളിൽ നമുക്ക് തീരെ ധൈര്യക്കുറവായിരിക്കും, ഭയങ്കര പേടിയായിരിക്കും കുട്ടികളിൽ. ഇതെല്ലാം ഈ ഒരു മെറ്റേണൽ സ്ട്രെസ് ബാധിക്കുന്ന അല്ലെങ്കിൽ മെറ്റേണൽ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു പോകുന്നത് ഈ മെറ്റേണിറ്റി സമയത്ത് ഉണ്ടാവുന്ന സ്ട്രെസ്, ആൻസൈറ്റി പോലുള്ള കാര്യങ്ങൾ, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനെ ശ്രദ്ധിക്കേണ്ടതെന്ന് ഉള്ള കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ, അതുകൂടിയും പറയാം. അതുപോലെ തന്നെ പ്രഗ്നന്റ് വുമൻസ് ഹൈ ലെവൽ ഓഫ് ആൻസൈറ്റി ആർ കോറിലേറ്റഡ് വിത്ത് ലേറ്റർ പ്രോബ്ലംസ് ഇൻ ചിൽഡ്രൻ ഇൻക്ലൂഡിങ് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നമ്മുടെ ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ പ്രോബ്ലംസ് വരുന്ന, ആൻസൈറ്റി വരുന്ന, പ്രോബ്ലംസ് വിത്ത് അറ്റൻഷൻ റെഗുലേഷൻ, കുറവ് കുട്ടികൾക്ക് എന്ത് കാണപ്പെടും, ശ്രദ്ധക്കുറവ് കാണപ്പെടും. പഠന സമയത്താവും കൂടുതലായിട്ട് ശ്രദ്ധക്കുറവ് കൂടുതൽ കാണപ്പെടുക. ഈ ഒരു അറ്റൻഷൻ പ്രോബ്ലം, ഒരു കാര്യത്തിലോട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കുട്ടികളിൽ കാണപ്പെടുന്നതും എന്തുകൊണ്ടാണ്? ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ വിമൻസ് അനുഭവിക്കുന്ന ഹൈ ലെവൽ ഓഫ് ആൻസൈറ്റിയുടെ ഒരു എഫക്റ്റ് ആണ്. ഇമ്പൾസീവ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി, കുട്ടികൾ കാണപ്പെടുന്ന ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്മ്യൂൺ ഫങ്ഷനിങ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, മറ്റൊരു അസുഖമാണ് എന്ത് വരുന്നത്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, രോഗപ്രതിരോധ ശേഷി കുറവ്, കോഗ്നിറ്റീവ് പ്രോബ്ലംസ്, സ്ട്രെസ് റെഗുലേഷൻ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് വരും, ഈ ഒരു പ്രഗ്നൻസി സമയത്ത് വരുന്ന ഹൈ ലെവൽ ഓഫ് ആൻസൈറ്റി മൂലം വരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങൾ. അടുത്തത് നമ്മൾ ഇപ്പോ പ്രഗ്നന്റ് ലേഡി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് യെസ് വി ആർ പ്രഗ്നന്റ്. അതായത് ഒരിക്കലും ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി, നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഓക്കെ ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് പറയും, അല്ലെങ്കിൽ ഭാര്യ പ്രഗ്നന്റ് ആണ് പറയും, മോള് പ്രഗ്നന്റ് ആണെന്ന് പറയും. അങ്ങനെയല്ല, ആ ഒരു ചുറ്റുമുള്ള എൻവിറോൺമെന്റ് മൊത്തം അതിനോട് യോജിപ്പിച്ച് നിൽക്കുന്നതായിരിക്കണം. യെസ് വി ആർ പ്രഗ്നന്റ്, യെസ് ഞങ്ങൾ പ്രഗ്നന്റ് ആണ്. അതായത് ആ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രഗ്നന്റ് ആയിട്ടുള്ള, ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോ ഒരുപാട് മാറ്റങ്ങൾ ഇതിനെ കാണപ്പെടുന്നുണ്ട്. മുമ്പൊക്കെ ആളുകൾ പറഞ്ഞിരുന്ന പോലെ നമുക്ക് ഇപ്പൊ കൂടുതലായിട്ട് കാണാൻ കഴിയുന്ന കാര്യമാണ്, ഇപ്പൊ കൂടുതലായിട്ട് പറയുന്ന കാര്യമാണ് അതെ നമ്മൾ പ്രഗ്നന്റ് ആണ് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. നമ്മൾ പ്രഗ്നന്റ് ആണ് എന്ന് പറയുമ്പോ ഇപ്പൊ കൂടുതലായിട്ട് ആളുകൾ പറയുന്ന കാര്യമാണ് അതെ യെസ് വി ആർ പ്രഗ്നന്റ് എന്നാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. വളരെ സന്തോഷമാണ് ഈ കാര്യം പറയുമ്പോ. മുമ്പ് പറഞ്ഞാല് ഇപ്പോ നമ്മള് മുമ്പത്തെ സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാല് ആ ഒരു പ്രഗ്നന്റ് കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടി പോകുന്ന സ്ത്രീകൾ ഉണ്ടാവും. പല രീതിയിൽ അത് ആ ഒരു സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ മാത്രം കാലഘട്ടമാണ്, അത് നീ അനുഭവിച്ചോണം എന്നുള്ള രീതിയിലോട്ടൊക്കെ പോകുന്ന ഒരു സമയമുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ ചുറ്റുമുള്ള എൻവിറോൺമെന്റ് പോലും ആ ഒരു കുഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കണം എന്നുള്ളതാണ്. അത് ഒരിക്കലും ഒരമ്മ മാത്രമല്ല പ്രഗ്നന്റ് ആവുമ്പോൾ അമ്മയായി മാറുന്നത്, അവിടെ അച്ഛനും അല്ലെങ്കിൽ ആ പാർട്ട്ണർ അച്ഛനായി മാറുകയാണ്, അച്ഛനായി പിറവി കൊള്ളുകയാണ്. അച്ഛൻ അല്ലെങ്കിൽ അമ്മമ്മ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് അവിടെ ഉണ്ടാവുകയാണ്. സിബ്ലിങ്സ്, നമ്മുടെ മൂത്ത മോളോ മോനോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുണ്ടെങ്കിൽ അവര് സിബ്ലിങ്സ് ആയി മാറുകയാണ്. നമ്മുടെ സിസ്റ്റേഴ്സ്, നമ്മുടെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവര് മാമൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവരും റിയലൈസ് ചെയ്യണം. ഓക്കെ, ഈ ആള് പ്രഗ്നന്റ് ആണ്, ഞാനൊരു മാമനാവാൻ പോവുകയാണ്, ഞാനൊരു ഗ്രാൻഡ് പാരന്റ് ആവാൻ പോവുകയാണ്, ഞാനൊരു അച്ഛനാവാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു താത്തയാവാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു ബ്രദർ ആവാൻ പോവുകയാണ്. ഈ രീതിയിലോട് നമ്മൾ റിയലൈസ് ചെയ്യണം. അങ്ങനെ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 മാസം അല്ലെങ്കിൽ 5 മാസത്തിന് ശേഷം കുട്ടികളിൽ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും.
ചുറ്റുമുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു 5 മാസത്തിന് ശേഷം ഒക്കെ ആവുമ്പോൾ കുട്ടികളുടെ അനക്കം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് സ്ഥിരമായിട്ട് നമ്മളിപ്പോ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു 6 മാസം കുട്ടികൾ ചവിട്ടലൊക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ മൂത്ത മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഈ ഒരു കുട്ടിയുടെ അച്ഛൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആരായിരിക്കാം, ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുടെ വയറിൽ വന്ന് തലോടുകയോ നോക്കുകയോ ചെയ്യുമ്പോൾ കുട്ടി കൊടുക്കുന്ന കിക്ക് അതെന്താണ്? ഈ കുട്ടി കൊടുക്കുന്ന കിക്ക് ഈ കുട്ടി മനസ്സിലാക്കുകയാണ്. ചുറ്റുമുള്ള കാര്യങ്ങൾ ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആ ഒരു അവസ്ഥയിലോട്ട്, അല്ലെങ്കിൽ ശബ്ദം കേൾക്കാവുന്ന അവസ്ഥയിലോട്ട് എത്തുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കണം. അമ്മമാരെന്ത് ചെയ്യണം? സൗമ്യമായി ആ കുട്ടികളോട് സംസാരിക്കണം. നല്ല നല്ല പാട്ടുകൾ വെച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ഒരുപാട് കാണപ്പെടുന്ന കാര്യമാണ്. പ്രഗ്നന്റ് ആയതുകൊണ്ട് ഞാൻ ഇനി പഠിക്കുന്നില്ല. പ്രഗ്നന്റ് ആയതൊരു കാരണം മാത്രം എടുത്തിട്ട് പറയും പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞിട്ടേ ഞാൻ ഇനി പഠിക്കുന്നുള്ളൂ. ഞാൻ ഇനി പഠിക്കുന്നില്ല, ഞാൻ നിർത്തി. എന്തായാലും ആയില്ലേ, പ്രഗ്നന്റ് ആയില്ലേ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ എന്ത് ചെയ്യട്ടെ, എന്റെ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് കുട്ടി കുറച്ച് വലുതായതിനു ശേഷം ഞാൻ പഠിക്കാം, ഈ ഒരു രീതിയിലോട്ട് പറയും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പ്രഗ്നന്റ് ആയ ഒരാളാണോ കൂടുതലായിട്ട് പഠിക്കണം. ആ ഒരു സമയത്ത് പഠനത്തിന് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കണം. നമ്മൾ എത്രത്തോളം ആ സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുന്നു, നല്ല നല്ല പാട്ടുകൾ കേൾക്കുന്നു, അതേപോലെ ഇപ്പോ സ്പിരിച്വൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മള് ഖുർആൻ പാരായണം ചെയ്യുന്നു, അല്ലെങ്കിൽ ബൈബിള്, ഗീത പോലുള്ള ഭഗവത്ഗീത പോലുള്ള കാര്യങ്ങൾ, സ്പിരിച്വാലിറ്റി കൂടുതലായിട്ട് ആ സമയത്ത് എടുക്കുന്നു. ഇതൊക്കെ ഈ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരിക ആ ഒരു സമയത്ത് നമ്മൾ എത്രത്തോളം പഠിക്കുന്നു, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കുട്ടിയെ വായിച്ച് കേൾപ്പിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ നല്ലപോലെ ഇമ്പ്രൂവ് ആവുകയും ഈ കുട്ടിയുടെ ബുദ്ധി വളർച്ചയെ നല്ലപോലെ ഹെൽപ്ഫുൾ ചെയ്യുകയും ചെയ്യും. ഒരിക്കലും അത് എന്തല്ല നമ്മൾ മാറ്റി വെക്കേണ്ടുന്ന കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യും? നേരെ ബുക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇനി ഫുൾ ടൈം റെസ്റ്റ് ആണ്. പ്രഗ്നൻസി കാലഘട്ടം ഒരു രോഗാവസ്ഥയായി കാണുന്നവരുണ്ട്. ചിലപ്പോ രോഗാവസ്ഥയായിട്ട് കാണും. ഇത് എന്താണ്, എനിക്ക് എന്തോ ഒരു രോഗമുണ്ട്, ഞാൻ ഈ പ്രഗ്നൻസി പീരീഡ് കഴിയാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്ത് ചെയ്യട്ടെ, ഞാൻ എവിടെ ഇരിക്കട്ടെ, എനിക്ക് പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് എങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റില്ല, എനിക്ക് എങ്ങോട്ട് പോവാൻ പറ്റില്ല, എനിക്ക് ആളുകളുമായിട്ട് ഇടപെടാൻ പറ്റില്ല, ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. അത് ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചില പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരും ഓക്കെ ആയിരിക്കും, അവർക്ക് മനസ്സിലുണ്ടാവില്ല, ചുറ്റുമുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ സമ്മതിക്കാത്തത്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് കൊടുക്കും. പ്രഗ്നന്റ് ആണ് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല, പ്രഗ്നന്റ് ആണ് അതുകൊണ്ട് ഇങ്ങോട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നീ പഠിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നീ അത് ചെയ്യരുത്, ഇങ്ങനെയാവും ചിലപ്പോൾ പറയാം. ചിലപ്പോൾ സ്വയം എടുക്കുന്ന തീരുമാനമാവും. ഇത് രണ്ടാണെങ്കിലും എന്താണ്, തെറ്റാണ്. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് സമൂഹത്തിലുള്ള സൊസൈറ്റി ആയിട്ട് കൂടുതലായിട്ട് ഇടപെടുക, ചുറ്റുമുള്ള ആളുകളായിട്ട് ഇടപെടുന്ന സാഹചര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുക. യാത്രകൾ പോവാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് പറ്റുന്ന രീതിയിൽ, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള യാത്രകൾ പോവാൻ സാധിക്കുമെങ്കിൽ, മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് യാത്ര പോവുക എന്നുള്ളത്. കുടുംബമായിട്ടോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ യാത്രകളൊക്കെ പോവാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ മനസ്സിന് ഒരുപാട് സന്തോഷം, റിലാക്സേഷൻ കിട്ടുന്ന കാര്യമാണ്. എപ്പോഴും ഈ സ്ട്രെസ്, ആൻസൈറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രഗ്നൻസി പീരീഡ് കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഈ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ പ്രത്യേകിച്ച് ഇത് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഇങ്ങനെയുള്ള ഒരു ആൻസൈറ്റിയോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാൻ കഴിയും. നമുക്ക് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാം. പാട്ട് പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ചെയ്യാം. നമ്മൾ വളരെ മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് ആ ഒരു സമയത്ത് കടന്നു പോകുന്നത്. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രഗ്നൻസി സമയം എന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ആ ഒരു സമയം എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. ചുറ്റുമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛനാവാൻ പോകുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു ഫാദർ ആവാൻ പോകുന്ന ആളാണെങ്കിൽ അവരും ഇതുപോലെ കുഞ്ഞിന്റെ ഓരോ വളർച്ചയും കിക്കും ഒക്കെ വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കുക, അവരുടെ കൂടെ നിൽക്കുക, അവർക്ക് വേണ്ടുന്ന എല്ലാ കെയറും കൊടുക്കുക. അപ്പോ ചില കുട്ടികളൊക്കെ കാണാം, പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ വയറ്റിലുള്ള കുട്ടികൾ കാണാം ചില ആളുകളുടെ സൗണ്ടിനോടൊക്കെ പ്രതികരിക്കുന്ന നമ്മൾ പല വീഡിയോസിലൊക്കെ കാണാറുണ്ട്. അച്ഛൻ വന്ന് സംസാരിക്കുന്ന കുട്ടി കൂടുതലായിട്ട് കിക്ക് ചെയ്യുന്നു.
മിണ്ടാതിരിക്കുന്ന കുട്ടിയാവും, പെട്ടെന്ന് കൂടുതലായിട്ട് എന്ത് ചെയ്യും, ഈ ഒരാളുടെ സ്പെസിഫിക് ഒരാളുടെ സൗണ്ട് കേൾക്കുമ്പോൾ അവിടെ കിക്ക് ചെയ്യൽ കൂടുതലായിട്ട് ചെയ്യും. ചിലപ്പോ ചില കുട്ടികളുടെ സൗണ്ട് ആയിരിക്കും, നമ്മുടെ സിബ്ലിങ്സിന്റെ ഒക്കെ സൗണ്ട് ആയിരിക്കും. ഇവര് വന്നിട്ട് ഉമ്മ കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികളോട് സംസാരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു കിക്ക് കൊടുക്കും. അത് ഈ കുട്ടി തിരിച്ചറിയുകയാണ്. അവരൊരു പാരന്റ്സ് അല്ലെങ്കിൽ അവിടെ പുറത്ത് ആരുമായിട്ടും അവിടെ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മള് പാരന്റ്സ് ആയിട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ സ്വയം നമ്മുടെ മക്കളോടാണെങ്കിലും ആ ഒരു സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. ചുറ്റുമുള്ളവരാണെങ്കിലും ഈ ഒരു കുട്ടിയായിട്ട് ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ, കേൾക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ചുറ്റുമുള്ള ആളുകൾ കൂടി ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള കുട്ടി ലേഡിയുടെ കൂടെ നിൽക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന ബേസിക് സപ്പോർട്ട്സും എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് ശ്രദ്ധിക്കാം. പല മിത്തുകളും ഉണ്ടാവും ചുറ്റുള്ള നമ്മുടെ പഴമക്കാര് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നല്ലതും ഉണ്ട് കേട്ടോ. ഇപ്പൊ രാത്രി പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയും. ചില ആളുകള് നമ്മള് ഉമ്മമാരോ വല്യമ്മമാരോ ഒക്കെ നമ്മളോട് കൂടുതലായിട്ട് പറയുന്ന കാര്യമാണ് രാത്രി പുറത്തിറങ്ങരുത്. അതില് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതായത് ഈ സമയത്ത് ഒരു 6 മാസം 7 മാസം സമയമാകുമ്പോൾ കുട്ടി ചുറ്റുള്ള കാര്യങ്ങളോട് പ്രതികരിച്ച് തുടങ്ങുന്ന സമയമായിരിക്കും. ചുറ്റുമുള്ള സൗണ്ടുകളോട് പ്രതികരിച്ച് തുടങ്ങുന്ന സമയമായിരിക്കും. അപ്പൊ ഈ രാത്രി പുറത്തിറങ്ങരുത് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിനേക്കാളും കൂടുതൽ മുമ്പത്തെ സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് പേടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പേടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചില സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആ സമയത്ത് പറ്റാത്തത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്നൊരു കാളല് വരിക, പേടിച്ചു പോകും. ആ പേടി കുട്ടിയെ ബാധിക്കും. ആ പേടി കുട്ടിയെ ബാധിക്കുന്നത് ചിലപ്പോൾ ജനനശേഷമായിരിക്കും കാണാം. നിൽക്കാത്ത കരച്ചിലുണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ എല്ലാ ഡിസോർഡേഴ്സും, ന്യൂറോ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് തൊട്ടിട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും കാണപ്പെടാൻ ഒരു സാധ്യതയുണ്ട്. ഫിസിക്കൽ ബുദ്ധിമുട്ടുകളാണെങ്കിൽ പോലും ആ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ചിലപ്പോൾ ആ സമയത്ത് ഇപ്പൊ നമ്മൾ ചില ഡോക്ടേഴ്സിനെ കാണുകയോ പറയും വയറ്റിലുണ്ടാകുമ്പോൾ പേടിച്ചിരുന്നോ എന്ന് ചോദിക്കും. വയറ്റിലുണ്ടാകുമ്പോൾ പേടിച്ചിരുന്നോ എന്ന് ചോദിക്കും. ആ പേടി ഉണ്ടാവാനുള്ള ഒരു റീസൺ ആണ് എന്ത്, രാത്രി സമയങ്ങളിൽ ചിലപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കേൾക്കുന്ന പല സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പേടിക്കാനുള്ള സാധ്യതയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഇവർ പറയുന്നത് എല്ലാം നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റില്ല. അതിലും സത്യമുണ്ട്, അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഇതുപോലെ അതായത് ഈ ഒരു ഗർഭാവസ്ഥയെ രോഗാവസ്ഥയായിട്ട് കാണാതെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു സമയം മുന്നോട്ട് പോകുക, നല്ലൊരു സമയമാക്കി മാറ്റിയെടുക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ജോലികൾ ചെയ്യുക, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക, എക്സസൈസ്, ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ഉണ്ടാകും. ഈ എക്സസൈസ് ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, ബർത്ത് വെയിറ്റ്, കുട്ടിയുടെ വെയിറ്റ് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ സിസേറിയനിൽ നിന്നും നോർമൽ ഡെലിവറി ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഈ പ്രഗ്നൻസി സമയത്ത് അല്ലെങ്കിൽ ഡെലിവറി സമയത്ത് വരുന്ന കോംപ്ലിക്കേഷൻസ് കുറെ മാറിക്കിട്ടും. ആ സമയങ്ങളിൽ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഈ കോംപ്ലിക്കേഷൻ പ്രഗ്നൻസി പീരിയഡിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഡെലിവറി സമയത്ത് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഈ സമയത്ത് കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ BP ഹൈ വരും, അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങൾ വന്നാലും ജനിക്കുന്ന കുട്ടിയെ ഇത് ബാധിക്കും. പ്രസവ സമയത്ത് വരുന്ന ഈ ഒരു കോംപ്ലിക്കേഷൻസും എന്താവും, ജനിക്കുന്ന കുട്ടിയെ ഇത് ബാധിക്കും. ആ കുട്ടികളിലും ഇതുപോലെയുള്ള ഡിഫക്ട്സ് ഒക്കെ കാണാൻ സാധിക്കും. ഒരിക്കലും ആ ഒരു ജനനശേഷമല്ല കുട്ടികളിൽ ഉണ്ടാവുന്നത്, പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങൾ കൊണ്ടും ഉണ്ടാവുന്നതാണ്. അപ്പോ ചുറ്റുമുള്ള നമ്മുടെ ചുറ്റുമുള്ള ആളുകളും ഈ ഒരു പ്രഗ്നന്റ് ആയ ലേഡിയെ പരിഗണിക്കുക. ഒരാൾ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യെസ് വി ആർ പ്രഗ്നന്റ്, നമ്മളാണ് പ്രഗ്നന്റ്, അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ഒരാള് മാത്രമല്ല പ്രഗ്നന്റ്. അതെ അവള് പ്രഗ്നന്റ് ആണ് അല്ലെങ്കിൽ ഇന്നയാള് പ്രഗ്നന്റ് ആണെന്നല്ല. യെസ് വി ആർ പ്രഗ്നന്റ്. ഒരു വീട്ടിലെ ഒരു ഫാമിലി ആണെങ്കിൽ ആ ഫാമിലി മൊത്തം പ്രഗ്നന്റ് ആണ് എന്നുള്ള രീതിയിൽ ഇവരെ ശ്രദ്ധിക്കാം.
ഇവർക്ക് വേണ്ടുന്ന മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അവർക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള സപ്പോർട്ട്സും നമ്മൾ കൊടുക്കുക. അവർക്ക് സ്ട്രെസ്, ആൻസൈറ്റി പോലുള്ള കാര്യങ്ങളിൽ നിന്ന് അത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പല പ്രോബ്ലംസ് ഉണ്ടാവും. ചിലപ്പോൾ ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കും. ഇതൊന്നും അവെയർ ആവുക നമ്മള്. ഈ പ്രോബ്ലംസ് വന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല. ഈ ഒരു സെൽഫ് ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ്സോ ഡിപ്രഷനോ പോലുള്ള കാര്യങ്ങൾ പ്രഗ്നന്റ് ലേഡിക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രത്തോളം ഇതിന് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഒരിക്കലും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇത് അവയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കില്ല. നമ്മൾ അവർക്ക് വേണ്ടുന്ന മാക്സിമം എല്ലാ സപ്പോർട്ടും നമ്മൾ അവർക്ക് കൊടുക്കുക ചെയ്യുക. അതായത് ആ ഒരു പ്രഗ്നൻസി കാലഘട്ടം കഴിഞ്ഞതോടുകൂടി കഴിയുന്നില്ല. ജനിക്കുന്ന കുട്ടിയെ ലൈഫ് ലോങ് വേട്ടയാടുന്ന രീതിയിലോട്ട് ഇതിലെ എല്ലാ പ്രശ്നങ്ങളും മാറും. ചിലപ്പോ ഈ പറഞ്ഞ പോലെ ന്യൂറോ ബിഹേവിയർ അങ്ങനെ എന്താണെങ്കിലും വളരെ ചെറിയ കാര്യമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ശ്രദ്ധക്കുറവ്, ഹൈപ്പർ ആക്ടിവിറ്റി, അല്ലെങ്കിൽ പേടി പോലെയുള്ള കാര്യങ്ങൾ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈഫ് ലോങ് ആയിരിക്കും. തീരുമാനം എടുക്കാൻ കഴിവില്ലായ്മ വരിക എന്നൊക്കെ ചില ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ലൈഫ് ലോങ് ഇവർ അനുഭവിക്കുന്ന കാര്യമാണ്. നമുക്ക് ഒരിക്കലും അത് മാറ്റി കൊടുക്കാൻ പോലും കഴിയില്ല എന്നുള്ളൊരവസ്ഥ വരും. ഈ ഒരു പ്രഗ്നൻസി സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മുടെ ആ ഒരു പ്രഗ്നൻസി കാലഘട്ടം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും അതിന് ഫേവറബിൾ ആവുന്ന രീതിയിൽ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ച്, നല്ല നല്ല ബുക്സുകൾ വായിച്ച്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത്, മെഡിറ്റേഷൻ ചെയ്ത്, എല്ലാം നല്ല ഫേവറബിൾ ആയിട്ട് നല്ലൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാം. നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി ചുറ്റുമുള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു ഫേവറബിൾ ആയിട്ട് നമ്മളും ആ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളും ഒരുപോലെ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അപ്പൊ ഓക്കെ, വളരെ വൈഡായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട് കേട്ടോ. നമ്മുടെ ഈ പറഞ്ഞ പോലെ അതിന്റെ കുറവുകളാണെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. ഒരു മണ്ടൊന്നും ചിലപ്പോ പറഞ്ഞാൽ തീരില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ എന്നാലും എല്ലാ ഭാഗങ്ങളിലും കൈകടത്തി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇന്ററാക്ഷൻ പോലെ നമുക്ക് നടത്താം. അസ്സലാമലൈക്കും മാം. വലൈക്കും അസ്സലാം. മാം കിക്കിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം ഞാൻ പറയാനാണ്. ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു. അപ്പൊ അവിടെ വന്ന മക്കൾ എന്നെ റെസിനേച്ചി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അപ്പൊ എനിക്കതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ആ ടൈം ആവുമ്പോ ഇങ്ങനെ കിക്ക് ചെയ്യുന്നുണ്ടാവും. അതെനിക്ക് എന്നും ഓർമ്മയിലുള്ള ഒരു കാര്യമാണ്. മാഷാ അല്ലാഹ്. പിന്നെന്ന് വെച്ചാൽ മാം പറഞ്ഞ ശരി തന്നെയാണ്. എല്ലാ കാര്യവും നമ്മൾ ഹാപ്പി ആയിട്ട് ആ സമയത്ത് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈഫ് ലോങ് നല്ല ഇതായിരിക്കും. എന്ന് വെച്ചാൽ മക്കളെ ഇങ്ങനെ ഞാൻ കുറെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇപ്പൊ എന്റെ മക്കളിൽ കാണുന്നുണ്ട്. ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് മാം പറഞ്ഞ എല്ലാം മാഷാ അല്ലാഹ് ശ്രദ്ധിച്ചു നോക്കുമ്പോ എല്ലാം ഉള്ളത് തന്നെയാണ്. പിന്നെ വലിയവര് പറയുന്നതെല്ലാം നമ്മളൊന്നും മൈൻഡ് ആക്കൂലല്ലോ. രാത്രി പോവർ എന്നെല്ലാം പറഞ്ഞാല് അതൊക്കെ മാം പറഞ്ഞ ശരി തന്നെയാണ്. കുട്ടികളില് വൈകല്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അത് തന്നെയാണല്ലോ. ഏതായാലും നല്ല ക്ലാസ് മാം. എല്ലാ കാര്യങ്ങളും നമ്മള് പ്രത്യേകിച്ച് വലിയ ആളുകൾ പഴമക്കാര് പറയുന്നത് നമ്മൾ ന്യൂ ജനറേഷൻ കാണുന്ന കാര്യമാണ്. തള്ളിക്കളയും അതൊന്നും ഒരു കാര്യമില്ല. അവരൊന്ന് പറയുമ്പോ എന്തെങ്കിലും അവിടെ ഉണ്ടാവും, ചെറിയ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ സയന്റിഫിക്കലി ശരിയായിരിക്കും. എനിവേസ് താങ്ക് യു മാം. നല്ല സെഷൻ. ഗുഡ്. ഓക്കെ, താങ്ക് യു. ഇനി ആരെങ്കിലും? നമസ്കാരം മാം, കേൾക്കുന്നുണ്ടോ? നമസ്കാരം. കേൾക്കുന്നുണ്ട്. നമസ്കാരം. ഞാനൊരു അംഗൻവാടി ടീച്ചർ ആയതുകൊണ്ട് ഇത് ഇങ്ങനെ തുടരെ പറയലും ഇത്തരം ആളുകൾക്ക് ഫുഡ് കൊടുക്കലൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പരിപാടി. ഇപ്പോ ഞങ്ങൾ ചെയ്തു വരുന്ന വലിയൊരു കാര്യം എന്താ വെച്ചാല് ദമ്പതി സംഗമം എന്ന് പറഞ്ഞിട്ട് മാസത്തില് 1 or 2 പ്രാവശ്യം ഇത് നടക്കും. കാരണം മാം പറഞ്ഞൊരു കാര്യമുണ്ട്, നേരത്തെയൊക്കെ നമ്മള് ഒരു പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അത് നമ്മളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു കാര്യമാണ്. ചിലപ്പോ നമുക്കത് പുറത്തു പറയാൻ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോ അല്ല, നമ്മളെ ചെയ്ത ടെസ്റ്റ് വരെ കാണിക്കാണ്. അത് എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അത് ഇട്ടിട്ട് അത്രയും വൈറലാക്കുകയാണ് ഓരോ കാര്യം. അതുവരെ എത്തിക്കഴിഞ്ഞു.
അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്താൽ വെച്ചാൽ ഇപ്പൊ മാം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പിന്നെ പ്രഗ്നൻസി സമയത്ത് ശരിക്കും എല്ലാവരും ഇത് അറിയണം. പിന്നെ ഹസ്ബൻഡ് അറിയണം, വീട്ടിലെല്ലാവരും അറിയണം. കാരണം ആ ഒരു സമയത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ട് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെ ഇവരെ പരിചരിക്കണം എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം നിൽക്കുന്നത് കുറെ കാലം മുന്നേ. ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരു കാര്യം അതാ. അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം എന്ന് വെച്ചാൽ കുഞ്ഞൂണാണ്. ഈ ഒരു 6 മാസത്തിൽ കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളെ അംഗൻവാടി കൊണ്ടുവന്ന് വന്നിട്ട് ആ ഒരു ചോറ് കൂട്ടുന്നത്. കാരണം 6 മാസം വരെ എന്തുകൊണ്ട് കുട്ടികൾക്ക് മുലപ്പാല് മാത്രം കൊടുക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് കുറെ ഇതിൽ എത്താൻ കഴിയുമോ എന്ന് എനിക്ക് ഭയങ്കര ഒരു കാര്യം ഇതുണ്ടായിരുന്നു. കുറച്ച് തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. അപ്പൊ എന്തായാലും മസ്റ്റായിട്ട് എനിക്ക് ഈ ക്ലാസ് കേൾക്കണം. നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. താങ്ക് യു മാം, വളരെ നന്നായിട്ടുണ്ടായിരുന്നു ക്ലാസ്. ഇനിയും പ്രതീക്ഷിക്കുന്നു. നമ്മളെ മാസ്റ്റർ ട്രെയിനർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക്സ് പറയാണ് ഫൈസൽ സാറിന്. താങ്ക് യു. ഓക്കെ, പോഷകാഹാരങ്ങളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പോഷകാഹാരങ്ങൾ നമ്മളെപ്പോഴും പ്രഗ്നൻസി സമയത്ത് ശ്രദ്ധിക്കുന്നത്. അതിന് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു സമയത്താണ് അംഗനവാടി. ഓരോ പ്രഗ്നന്റ് ആയിട്ടുള്ള ഓരോ ആളുകളുടെ വീട്ടിൽ അവരെ തെരഞ്ഞു പിടിച്ച് അവരുടെ അടുത്തോട്ട് ഇതിന്റെ പോഷകാഹാരങ്ങൾ എത്തിക്കുക എന്നുള്ളത് അവർ നല്ല പോലെ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഞാനും പ്രഗ്നന്റ് ആയത്, ഞാൻ 2 കുട്ടികളുടെ ഉമ്മയാണ്. അപ്പൊ എനിക്കറിയാം 2 പ്രാവശ്യം നമുക്ക് അംഗനവാടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇത് പല കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പൊ കിക്ക് പോലുള്ള കാര്യങ്ങൾ തൊട്ടിട്ട് എല്ലാം എനിക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോ അത് ഓരോരുത്തർക്കും പ്രഗ്നന്റ് ആയിട്ടുള്ള ഏതൊരാൾക്കും നമുക്കത് ആ ഒരു സമയത്ത് ട്രിഗർ ആകും. ഓക്കെ, എനിക്ക് ഇങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഒരു സമയത്ത് ഇങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ്. പ്രഗ്നന്റ് ആളെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്കും ഇവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, എന്റെ വൈഫിന് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ മോൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എന്റെ പെങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ, അതായത് നമ്മൾ അടുത്ത് വെച്ച് നോക്കുമ്പോൾ കിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്തിരിക്കണം. അവിടെ ഒരു ബോണ്ടിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. അതൊരു ഹെൽത്തി ഫാമിലി റിലേഷൻഷിപ്പിന് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഹലോ മാം, നല്ലൊരു സെഷൻ ആയിരുന്നു. ഹലോ മാം, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരു പ്രഗ്നൻസി പീരീഡിൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് മാഡം വളരെ വിശാലമായിട്ട് തന്നെ പറഞ്ഞു തന്നു. ആ പോയിന്റ്സ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടന്റ് പോയിന്റ് മാത്രം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഓക്കെ, തീർച്ചയായിട്ടും. നമ്മള് പ്രഗ്നൻസി പീരീഡിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ട് വരുന്നത് ആൻസൈറ്റി, സ്ട്രെസ്, മെറ്റേണിറ്റി സമയത്ത് വരുന്ന ആൻസൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ന്യൂറോ ബിഹേവിയറൽ ഡെവലപ്മെന്റിനെ ബാധിക്കും. അതുപോലെ ഫിസിക്കൽ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. അതായത് ജനിച്ചു വീഴുന്ന കുട്ടികളിൽ കാണപ്പെടും. അത് ചിലപ്പോൾ ന്യൂറോ ബിഹേവിയറൽ ഡെവലപ്മെന്റോ ഫിസിക്കൽ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നത് കൂടുതലായിട്ടും 3 വയസ്സ് 4 വയസ്സ് സമയത്തായിരിക്കും. എക്സെപ്ഷണൽ കേസിൽ 7 വയസ്സ് തൊട്ട് 8 വയസ്സ് 7 വയസ്സ് 8 വയസ്സ് 9 വയസ്സ് സമയങ്ങളിൽ കുട്ടികളിൽ ന്യൂറോപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും. അതുപോലെ തന്നെ അപ്പൊ അതിന് നമ്മൾ മെന്റൽ ഹെൽത്ത്, നമ്മളെ പ്രഗ്നൻസി പീരീഡിലുള്ള മെന്റൽ ഹെൽത്ത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഗർഭാവസ്ഥയിൽ ഉണ്ടാവുന്ന ടൊബാക്കോ യൂസസ് അല്ലെങ്കിൽ മദ്യം, മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതാണ്. പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവും. പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവുന്നത് 14 വയസ്സ് 15 വയസ്സ് അഡൾട്ട്ഹുഡ് സമയത്തായിരിക്കും. 13, 14, 15 വയസ്സ് സമയത്തായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ന്യൂറോ ബിഹേവിയറൽ ബുദ്ധിമുട്ടുകൾ വരുന്ന അല്ലെങ്കിൽ ന്യൂറോ ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് ഈ നമ്മുടെ ഡൗൺ സിൻഡ്രോം പോലുള്ള അസുഖങ്ങൾ വരുന്ന ബുദ്ധിമാന്ദ്യം, ബുദ്ധിവൈകല്യം, ശ്രദ്ധക്കുറവ്, ശ്രദ്ധക്കുറവ്, തീരുമാനമെടുക്കാൻ കഴിവില്ലായ്മ പോലുള്ള കാര്യങ്ങൾ വരുന്ന ഹൈപ്പർ ആക്ടിവിറ്റി പോലുള്ള കാര്യങ്ങൾ വരുന്ന ഇതെല്ലാം ഈ ഒരു മെറ്റേണിറ്റി സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്, ആൻസൈറ്റി പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ ഭക്ഷണമായി നമ്മൾ കഴിക്കേണ്ടുന്ന ഭക്ഷണം പ്രോട്ടീൻ റിച്ച് ആയിരിക്കണം, ശ്രദ്ധിക്കണം. വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം അടങ്ങിയ ഭക്ഷണമായിരിക്കണം. ആ സമയത്ത് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുണ്ട്.
ചില ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പാടില്ല. അതിൽ അടങ്ങിയിട്ടുള്ള ചില ന്യൂട്രിയൻസ് നമുക്ക് കഴിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എപ്പോഴും ഡോക്ടറോട് ചോദിച്ച് ഒരു ഡയറ്റ് ചാർട്ട് ചെയ്ത് അത് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഒരിക്കലും കഴിക്കരുത്. കഴിക്കേണ്ടുന്ന ഭക്ഷണങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റ് ചാർട്ടിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസി സമയത്ത് കഴിക്കാൻ പാടില്ലാത്ത ചില മരുന്നുകളുണ്ട്. അത് പ്രഗ്നന്റ് ആയതിനു ശേഷമല്ല, നമ്മൾ ബേബി പ്ലാനിങ് തൊട്ടിട്ട് ഒരാള് പ്രഗ്നന്റ് ആവാൻ വേണ്ടി പ്ലാനിങ് ഉണ്ടോ ആ ഒരു സമയം തൊട്ടിട്ട് ചില മരുന്നുകൾ, സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ചില ആന്റിബയോട്ടിക്സ് നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഡോക്ടറെ കാണിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖമായിട്ട് സംബന്ധിച്ച് യൂറിനറി ഇൻഫെക്ഷനിലൊക്കെ ഒരു ഉദാഹരണമാണ്. യൂറിനറി ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തരുന്ന മരുന്നുകൾ ഉണ്ടെങ്കിൽ പ്രഗ്നന്റ് ആവാൻ സാധ്യതയുണ്ട്, പ്രഗ്നന്റ് ആവാൻ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡോക്ടറോട് പ്രത്യേകം പറയണം. ഞാൻ ബേബി പ്ലാനിങ് സമയമാണ്, ബേബി പ്ലാനിങ് പീരീഡ് ആണ്, പ്രഗ്നന്റ് ആയിട്ടില്ല, ബേബി പ്ലാനിങ് പീരീഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് തരാൻ പാടില്ലാത്ത മരുന്നുകൾ തരില്ല. അപ്പൊ പ്രഗ്നൻസി പീരീഡിലോ ബേബി പ്ലാനിങ് ടൈമിലോ നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത മരുന്നുകളുണ്ട്. അത് പ്രത്യേകം ഡോക്ടറോട് പറഞ്ഞ് അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകം ഡോക്ടറോട് പറഞ്ഞിട്ട് അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. അടുത്ത കാര്യം, പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ ഈ ഒരു സ്ട്രെസ്, ആൻസൈറ്റി പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക ഉള്ള പോലെ തന്നെ നമ്മൾ പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. അറിവ് നൽകുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക. കുട്ടികൾ തമ്മിൽ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ വയറ്റിലുള്ള കുട്ടിയായിട്ട് ചുറ്റുമുള്ള ആളുകൾ കൂടി എന്ത് ചെയ്യുക, ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യുക. അമ്മ മാത്രമല്ല, ചുറ്റുമുള്ള അച്ഛനാണെങ്കിലോ ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിലോ സിബ്ലിങ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ നീസ് ആണെങ്കിലോ ഇവരെല്ലാം എന്ത് ചെയ്യുക, ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു എൻവിറോൺമെന്റ് മൊത്തം ആ ഒരു കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവുക. ആ ഒരു ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ ഒരു കുഞ്ഞിന് വേണ്ടി വളരെ സ്നേഹപൂർവ്വം, സന്തോഷപൂർവ്വം, കെയർഫുൾ ആയിട്ട്, വാത്സല്യപൂർവ്വം കാത്തിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബർത്ത് വെയിറ്റ് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ബർത്ത് വെയിറ്റ് നോർമൽ ആയിരിക്കുക. ബർത്ത് വെയിറ്റിൽ വരുന്ന ഡെഫിഷ്യൻസി കുറവ് മൂലവും കുട്ടികൾക്ക് ഈ കാണപ്പെടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ബർത്ത് വെയിറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. ന്യൂട്രിയൻസ് ശ്രദ്ധിക്കുക. ബർത്ത് സമയത്ത് ഉണ്ടാകുന്ന, ഡെലിവറി സമയത്ത് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ കാരണമാണ്. പ്രീ ടേം ബർത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലൊക്കെ എന്താണ്, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി പോവുക. ഒരു പ്രഗ്നൻസി എന്നുള്ളത് രോഗാവസ്ഥയല്ല, നമ്മൾ എൻജോയ് ചെയ്ത് ചുറ്റുമുള്ള ആളുകളും നമ്മളും എല്ലാവരും ഒരു കുഞ്ഞിന് വേണ്ടി വളരെ മനോഹരമായി ആസ്വദിച്ചു പോയി കാത്തിരുന്ന് ഇരിക്കേണ്ടുന്ന ഒരവസ്ഥയാണ് പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു രോഗാവസ്ഥയായിട്ട് കാണരുത്. ഓക്കെ, എല്ലാം ഉൾപ്പെടുത്തി എന്ന് ഞാൻ വിശ്വസിക്കും കേട്ടോ. ഓക്കെ മാം, താങ്ക് യു വെരി മച്ച്. നല്ലൊരു സെഷൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ നമുക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് തോന്നുന്നു. നമുക്ക് 8:10 ആയിട്ടുണ്ട്. സോ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആയിഷ ജസ്റ്റ് ഒന്ന് നമ്പർ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോ ആർക്കെങ്കിലും ഡയറക്റ്റ് ബന്ധപ്പെടേണ്ടതുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഓക്കെ. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് സെഷൻ. നമ്മള് പാരന്റിങ് സീരീസ് തുടങ്ങണം, പാരന്റിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് ഇട്ടത് പ്രഗ്നൻസി. കാരണം പലരും വിചാരിക്കുന്നത് കുട്ടികൾ വളർന്ന് കുറെയൊക്കെ എത്തുമ്പോഴാണ് പാരന്റിങ് തുടങ്ങുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും ഈ പ്രഗ്നൻസിക്ക് മുമ്പ്, അതായത് പ്രഗ്നൻസി ആകുന്ന ഒരു സമയം, അതായത് സെക്ഷൽ ഇന്റർകോഴ്സ് മുതൽ ശരിക്കും പാരന്റിങ് തുടങ്ങുന്നുണ്ട്. നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സമയത്ത് അവരുടെ മാനസികാവസ്ഥ ഇത് മുതൽ ശരിക്കും കുട്ടിയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് വേറൊരു സെഷനായിട്ട് സീരീസും കൂടി ട്രെയിനേഴ്സ് ടോക്കിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സെഷൻ തന്നെ ആയിഷ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് വന്നു. അത് വളരെ വണ്ടർഫുൾ ആയിട്ട്, വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചു. അതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. സോ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ആയിഷ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഓക്കെ, എല്ലാം വളരെ സന്തോഷം. എല്ലാവരും എനിക്ക് വേണ്ടി ഈ ഒരു സമയം വളരെ ശ്രദ്ധയോടെ കാത്തിരുന്നില്ല, നന്ദി അറിയിക്കാം. ഓക്കെ, സോ നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കോർഡിനേറ്റർ ആത്തിക്ക ജാസ്മിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ.
ഞാൻ ആദ്യം തന്നെ ആയിഷ മാമിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. മുന്നോട്ട് വന്നതിന്, ഇതുപോലെ ഒരു ടോപ്പിക് അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് എടുത്തു തന്നതിന് മാമിനെ ഞാൻ ആദ്യം തന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. ഒരു പ്രഗ്നൻസി പീരീഡ് എങ്ങനെയാണ് ഒരു കുട്ടീനെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളത് എല്ലാ മേഖലയിലും നല്ല അടിപൊളിയായിട്ട് മാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിൽ സ്ട്രെസ്, ഡിപ്രഷന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും അതൊക്കെ നമുക്ക് അറിയുന്നതാണെങ്കിലും ഇത്രത്തോളം അതിനെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെ. ഇപ്പൊ പ്രഗ്നൻസി ടൈം ഒക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് നമ്മൾ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ മാം പറഞ്ഞു തന്നു. പിന്നെ അന്നത്തെ ആ സമയത്ത് നമ്മൾ കഴിക്കേണ്ട ഫുഡിനെ പറ്റി, മെഡിസിനെ പറ്റി, നമ്മൾ ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുന്നതിന്റെ ആവശ്യകതയെ പറ്റി ഒക്കെ പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ ടൊബാക്കോ യൂസേഴ്സിനെ പറ്റിയാണ്. കാരണം നമ്മൾ പറയും നമ്മുടെ നാട്ടിലുള്ള പാരന്റ് ഒന്നും ഈ ടൊബാക്കോ യൂസ് ചെയ്യണില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മളെ ചുറ്റിലുള്ള ആളുകൾ യൂസ് ചെയ്താൽ തന്നെ അത് നമുക്ക് 60% ബാധിക്കുന്നുണ്ട് എന്നുള്ള മാം പറഞ്ഞപ്പോഴൊരു പുതിയൊരു അറിവായിരുന്നു. അത് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ശ്രദ്ധിക്കാത്തൊരു വലിയൊരു കാര്യം തന്നെയാണത്. കാരണം 60% അത് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചുറ്റുള്ള ആളുകൾ നല്ല രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. മാമിന്റെ സൂപ്പർ സെഷൻ ആയിരുന്നു. പിന്നെ എനിക്ക് ഇതിൽ മാം കൺക്ലൂഡ് ചെയ്തില്ലേ, യെസ് വി ആർ പ്രഗ്നന്റ്, ആ ഒരു പോയിന്റും സത്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ് അല്ലെ. നമ്മുടെ ചുറ്റിനുള്ള ആളുകള് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ളതിന് പകരം ഞാനൊരു ഉമ്മമ്മ ആവാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാനൊരു ഗ്രാൻഡ് പാരന്റ് ആവുന്നു, അല്ലെങ്കിൽ ഞാനൊരു അങ്കിൾ ആവുന്നു, ആന്റി ആവുന്നു, ഇതിനൊക്കെ വേണ്ടിയിട്ട് ചുറ്റിനുള്ള ഓരോ ആളുകളും തയ്യാറാവേണ്ടതുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മാം പറഞ്ഞു തന്നു. അത് സൂപ്പറായി, അടിപൊളിയായിട്ട് തന്നെ ഈ സെക്ഷൻ കൈകാര്യം ചെയ്തു. പിന്നെ എന്താ പറയാ, നല്ല ആക്റ്റീവായി ചുറുചുറുക്കോടെ ഫസ്റ്റ് തന്നെ ഏറ്റെടുത്ത് വന്ന മാമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. മാത്രമല്ല നമുക്ക് സത്യമായിട്ട് സൂപ്പറായിട്ട് മാം സൂപ്പറായി. പിന്നെ ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വേദി നമുക്ക് ഒരുക്കി തന്ന ഫൈസൽ സാറിന് ഞാൻ എൻ്റെ എല്ലാ നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ ഞങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി സെഷൻ, അടിപൊളി നല്ല ആക്റ്റീവായിട്ട് നല്ല പുഞ്ചിരിയോടെ ഞങ്ങൾക്ക് എടുത്തു തന്നിട്ടുള്ള ആയിഷ മാമിനും നന്ദി അറിയിക്കുന്നു. ബാക്കി എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും ഈ സെഷന് വേണ്ടിയിട്ട് മുഴുവൻ സമയം ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, എല്ലാവരും ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആരും ഒരു ടൈം പോലും ലാഗ് ഉണ്ടായിട്ടില്ല. അത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇതിനെ എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ വന്നിട്ടുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ.